രണ്ടാമത്തെ പ്രഭാഷണമാണ് ഇന്ന് കുഞ്ഞ് വായിച്ചത് ഒലിവുമല പ്രഭാഷണം. മൂന്നാമതൊരു പ്രഭാഷണമുണ്ട്, അതിൻ്റെ പേര് മാളികമുറി പ്രഭാഷണം. അത് പറയുമ്പോഴിന്ന് അവസാനിപ്പിക്കത്തുള്ളൂ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കുഞ്ഞുങ്ങളെ, ദൈവമക്കളെ, സഹോദരങ്ങളെ, ബൈബിളിനകത്ത് 3 യേശുവിൻ്റെ പ്രഭാഷണങ്ങൾ. 1 ഗിരിപ്രഭാഷണം, 2 ഒലിവുമല പ്രഭാഷണം, 3 മാളികമുറി പ്രഭാഷണം. മാളികമുറി പ്രഭാഷണമായിരിക്കും ഇന്ന് നമുക്ക് അവസാനിപ്പിക്കുന്നത്. നമുക്ക് നേരെ ശൂന്യാകാശത്തിൽ പോയിട്ട് വരുമ്പോൾ ഇന്ന് നിർത്താം. അമേരിക്കയിൽ ശൂന്യാകാശത്തിലേക്കും വായിക്കാം. അപ്പം യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ പാറശാല LLM കോളേജ് ലീഗൽ സ്റ്റഡീസ് CSIക്കാരിരിക്കുന്ന പോലെ നോട്ടും എഴുതിയെടുക്കാം. മത്തായി 24, 32, 33, 34 വാക്യങ്ങൾ കുഞ്ഞു വായിച്ച് സഹായിക്കാം. മത്തായി 24, 32, 33, 34 വാക്യങ്ങൾ. ഇസ്രായേലിനെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. ഇനി അവിടെ നിൽക്കട്ടെ. 3 മരങ്ങളോട് ഇസ്രായേൽ വളരെ സാവകാശത്തിൽ നിങ്ങൾ വചനം പഠിച്ചുകൊണ്ടിരിക്കും. 1ാമത്തെ മരം അത്തിമരം. ബൈബിളിനകത്ത് അത്തി അവൻ്റെ രാഷ്ട്രീയം. കുഞ്ഞു വാക്യം മാറ്റരുത്. ഹോശയ്യ 9:10 കുഞ്ഞു വായിക്കത്തില്ല, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. അത്തിവൃക്ഷത്തിന് തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. അതവൻ്റെ രാഷ്ട്രീയം. 2 യഹൂദനെ ഉപമിച്ച 2ാമത്തെ വൃക്ഷമാണ് മുന്തിരി. യോഹന്നാൻ 15:1-2 ഞാൻ സാക്ഷാൽ മുന്തിരിപ്പള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരന് എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ വെട്ടിക്കളയുന്നു. 3 ഏറ്റവും നിർണായകമായ ഒലിവ്. സങ്കീർത്തനം 128. പാറശാല ഷീലാ കല്യാണ മണ്ഡപത്തിൽ ഉപദേശിമാർ വായിക്കുന്ന സങ്കീർത്തനം പലരും കേൾക്കത്തില്ല. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. കുഞ്ഞേ, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം പാറശാല ബിവറേജസിൽ എത്തത്തില്ല. ഭാര്യ കറുത്തമത്ത് ചന്ദനമഴയും കാണത്തില്ല. കുഞ്ഞുങ്ങൾ വൈകിട്ട് നെയ്യാറ് ചൂണ്ടയിടാൻ പോകത്തില്ല. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇങ്ങനെ ഒരു സങ്കീർത്തനം കേട്ട് ആരെങ്കിലും ഉണ്ടെന്നറിയത്തില്ല. പെന്തിക്കോസുകാരുടെ കല്യാണം നേരുമ്പോൾ അവസാനം മംഗള സങ്കീർത്തനം. ഉപദേശിമാർ കവർ നോക്കും, കുഞ്ഞമ്മാമ ചിക്കൻ കാല് നോക്കും. മനസ്സിലാകുന്നവർക്കായി ഇന്നെങ്കിലും ചെന്ന് വീഡിയോ കാണുക. ഏറ്റവും നല്ല സങ്കീർത്തനം 128. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം വീട്ടിലെത്ത്. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കും. ഇസ്രായേൽ കണ്ടോ? 3 മരം. അത്തി രാഷ്ട്രീയം, മുന്തിരി ആത്മീയം, ഒലിവ് അവന്റെ സൗന്ദര്യം. അടുത്ത ഭാഗം വായിച്ചാട്ട് അത്തിയെ നോക്കി ഒരു ബൊമ്മ പിടിപ്പീൻ. വായിക്കാം. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിക്കുമ്പോൾ ലോകം മുഴുവൻ യഹൂദനെ പേടിക്കുന്നു. അടുത്തത് വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഗോൾഫാസ്ട്രി കൺവെൻഷൻ വെച്ചപ്പോൾ 7 യുദ്ധങ്ങൾ നടക്കുന്നു. ട്രംപ് പറഞ്ഞിട്ട് അവൻ കേൾക്കത്തില്ല. 1 ഇസ്രായേൽ ഹമാസ്, 2 ഇസ്രായേൽ സിറിയ, 3 ഇസ്രായേൽ ലബനോൻ, 4 ഇസ്രായേൽ ടർക്കി, 5 ഇസ്രായേൽ ഇറാൻ, 6 ഇസ്രായേൽ യമൻ, 7 വഴി കിട്ടുന്നവനെല്ലാം അടിക്കാനവ മിസൈൽ തയ്യാറാക്കി. അത്തി തളിർത്തു, കൊമ്പിളതായി വേനലെടുത്തു. എത്ര ക്ലിയറാ? എണ്ണപ്പിള്ള ഏജിയിൽ ഇതാ പ്രസംഗിക്കുന്നത്. ഇസ്രയേലും അത്തിമരം ഈ മാസം തന്നെ 21, 24, 25 തോന്നുന്നു അവിടുത്തെ ഭാഷനോട് പറഞ്ഞ് അന്തിമ യുദ്ധത്തെ പറ്റി പ്രസംഗിക്കണമെന്ന്. ഒരു ദിവസമായണ്ട നമുക്ക് സബ്ജക്റ്റ് മാറ്റിയെടുക്കുന്നത്. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തുവല്ലോ. അടുത്ത വാക്ക്. അങ്ങനെ വായിച്ച മോള്. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ, കോണത്തെ സഹോദരിമാർ ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്കിയ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളും. ഒരച്ചായൻ ഉലകഭരണം പിടിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പെന്തിക്കോസ്തുകാർ കേൾക്കാം. അടുത്ത വാക്ക്. ഇതൊക്കെ സംഭവിക്കുവോളം ഈ തലമുറ ഒഴുകി പോകുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു. ഇവിടെ ചെറിയ കൂട്ടം, ആ പ്രായം ചെന്നവരും ഉണ്ട്, അമ്മമാരും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരു 98% പേരും ശവപ്പെട്ടിക്കകത്ത് കയറി മൂക്കിനകത്ത് പഞ്ഞിയും വെച്ച് പോവത്തില്ലെന്നാ കർത്താവ് പറഞ്ഞത്. മനസ്സിലാകുന്നവർക്കായി ഈ തലമുറ മരണം വഴിയായി പോകത്തില്ല. ദിസ് ജനറേഷൻ ഈസ് നോട്ട് ഗോയിങ് ടു ഡെത്ത്, അതർവൈസ് നോട്ട് ഗോട്ട് ടു സെമിത്തേരി. ഏലിയാവ് പോയതുപോലെ മരണം കാണാതെ എടുക്കപ്പെട്ടു പോകുന്നു. അടുത്ത വാക്ക് വായിക്കാൻ മോളെ. അടുത്ത വാക്ക്. ആകയാൽ ആകാശവും ഭൂമിയും ഒഴുകി പോകും. അതല്ലേ ഇപ്പം മ്യാൻമാറിൽ കണ്ടത്? 50 ചുംബികൾ താഴേക്ക് വീണില്ലയോ? 30 നില കെട്ടിടമില്ലയോ? കുഞ്ഞുങ്ങൾ പിന്നെ തട്ടി കളിപ്പാട്ട് വിടുന്നല്ലോ വീണത്. അതുകൊണ്ടല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ പാടും, 50 ചുംബികൾ കെട്ടിടങ്ങൾ വീഴുമെന്ന്. എവിടെ കേൾക്കാൻ? നമുക്കിപ്പോൾ പാറശാല ചട്ടി മാറും കൊട്ട മാറുമെന്ന് കേട്ടുകൊണ്ടിരിക്കുക. ചൂള പോലെ കത്തുന്ന നാൾ 50 ചുംബികൾ വരും. കടലിൻ മുഴക്കം കേൾക്കുന്നു, പ്രാക്കളെ പോലെ നാം പറക്കും. എന്തൊരു നല്ല കാര്യങ്ങളാണ് ഇത് വായിക്കുന്നത്. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, അടുത്ത എൻ്റെ വചനങ്ങൾക്ക് ഒഴിഞ്ഞു പോകുകയില്ല. അത് കറക്റ്റാ ബൈബിൾ പറഞ്ഞു. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരും വീണുകൊണ്ടിരിക്കുന്നു, പാട്ടുകാരും വീണുകൊണ്ടിരിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് വീഴാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന വചനം. മനസ്സിലാക്കണം. അടുത്തത് വായിക്കാൻ മോളെ. ആ നാളും നാഴികയും സംബന്ധിച്ചോ? ആ നാളും നാഴികയെ സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ യേശുവിന് പോലും അറിയത്തില്ല. അടുത്തത് ആരും സ്വർഗത്തിലെ ദൂതന്മാരും കൂടെ വരുന്ന ദൂത സംഘത്തിനും അറിയത്തില്ല. പിന്നെ യേശുവിന് പുത്രൻ വായിച്ചാട്ട് മോളെ.
നോഹയുടെ കാലം പോലെ തന്നെ പുത്രനും കൂടെ അറിയത്തില്ല. അന്നേരം തജുജാത്തിന് ഒരു പാറശാല എന്ന് പറയാം 2030 യേശു വരുമെന്ന്. അപ്പോഴേ എന്നെ താഴെ ഇറക്കി ജോൺസൺ ബേക്കറിൽ നിന്ന് ഒരു ചായ മേടിച്ച് തന്നേക്കണം, മനസ്സിലാകുന്നവർക്കായി. ആ പേരാ കള്ളപ്രവാചകൻ. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് തോമസ് വാമൻ സാർ പറയും 2032 വരും, അർത്ഥം കള്ളം. പോൾ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞു 35 വരുമെന്ന്, 40 വരുമെന്ന് ജോൺ പി തോമസ് സാർ പറയുന്നു. ഇങ്ങനെ ഞങ്ങൾ ആരും പറയത്തില്ല. മുണ്ടക്കയത്ത് അലക്ഷ്യ പ്രവാചകൻ നാളെ വന്നിട്ട് ഇവിടെ 2050 കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ കള്ളപ്രവാചകൻ. ആ നാളും നാഴികയെ സംബന്ധിച്ച് യേശുവിനും അറിയത്തില്ല, ദൂതന്മാർക്കും അറിയത്തില്ല. പിതാവ് മണവാട്ടിയെ ചേർക്കാൻ പറയുമ്പോഴാണ് അത് തമിഴ്നാട്ടുകാരെ ഉദ്ദേശിച്ചല്ല, മലയാളികളെ ഉദ്ദേശിച്ച. പോൾ പാസ്റ്റർ തന്നെ പിടിക്കാം, മനസ്സിലാകുന്നവർക്കായി. നല്ല സ്നേഹിതനാണല്ലോ പോൾ പാസ്റ്റർ. സഭയിൽ കൺവെൻഷൻ കേട്ട് ഒരു 78 വയസ്സുള്ള അപ്പച്ചൻ, നല്ല കുടിയനായിരുന്നു, സകല മാവേലും എറിഞ്ഞതാ. യോഗം കേട്ടിട്ട് കർത്താവ് വരുന്നെന്ന് കേട്ടിട്ട് എന്തായെന്നറിയാമോ? ആദ്യത്തെ ആഴ്ച വരും, നമ്പർ 1 കരമുയർത്തും, 2ാമത്തെ ആഴ്ച ബൈബിൾ കൊടുക്കും, 3ാമത്തെ ആഴ്ച കുഞ്ഞ് സാക്ഷ്യം പറയും, 4ാമത്തെ ആഴ്ച ബൈബിൾ ക്ലാസ്, 5ാമത്തെ ആഴ്ച തീരുമാനം, 6ാമത്തെ ആഴ്ച കലക്കവെള്ളത്തിൽ മുങ്ങും. 78 വയസ്സ് വരെ കത്തിക്കുത്തും നടത്തി മാവേലി പറഞ്ഞ പുള്ളിക്കാരൻ 6ാമത്തെ ആഴ്ച മുങ്ങിയ കാകളം കേട്ടാൽ പോയല്ലാ പറ്റൂ, മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അതുകൊണ്ട് മലയാളിയെ ഉദ്ദേശിച്ച തമിഴ്നാട്ടുകാരെ അല്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലോ ദൂതന്മാർക്കും അറിയത്തില്ല. അതാ ബൈബിൾ. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. അത് മാത്രമല്ല, അടുത്തത് നോഹയുടെ, വായിക്കാമോളെ, ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത്, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ. അതൊന്ന് വായിച്ചാട്ട്. നോഹയുടെ കാലത്ത് വായിക്കാം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ലോത്തിന്റെ കാലം പോലെ നോഹയുടെ കാലം. കാന്തന്റെ വരവിന്റെ 6 ചാലുകൾ വേഗത്തിൽ വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 യഹൂദ ലക്ഷണം, 2 എതിർക്രിസ്തുവിന്റെ ലക്ഷണം, 3 പ്രപഞ്ചത്തിന്റെ ലക്ഷണം, 4 ഏകലോകമതം, 5 നോഹയുടെ കാലം, 6 ലോത്തിന്റെ കാലം. ഇതാ യേശു ക്രിസ്തുവിന്റെ മടവങ്കി വരവിന്റെ 6 ചാലുകൾ പറഞ്ഞത്. സജുജാത്തന്നൂരുള്ള യേശു അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ ചെന്ന്, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകാവസാനത്തിന് മടയാൾ. യേശു പറഞ്ഞ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. മക്കളെ, ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർ കൂടെ അറിയത്തില്ല. ഇന്ന് രാത്രി നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യകുമാരന്റെ വരവിൽ കടക്കുന്ന വിശുദ്ധ ബൈബിളിലേക്ക് വളരെ ശ്രദ്ധയോടെ. എന്താ അതിന്റെ പ്രത്യേകത? ബൈബിളിനകത്ത് 10 യുഗങ്ങളുണ്ട്. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം. ഇന്ന് നാം ആയിരിക്കുന്നത് 6ാം യുഗമായ കൃപായുഗം. അതുകൊണ്ട് നമ്മുടെ അരിമയാന പാടലെ പാടുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെ പാടും: കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി. ഈ കുഞ്ഞുങ്ങൾ വഴിവക്കൽ പറയും, സഹോദര രക്ഷയുടെ ടിക്കറ്റ് കരസ്ഥമാക്കും, വോട്ടിന്റെ വാതിലുകൾ അടയാറായി. അങ്ങനെയെങ്കിൽ കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. ഇന്ന് രാത്രി റീമായേജിയുടെ കൺവെൻഷൻ. 1 ദൈവസഭ എടുക്കപ്പെടും. പെന്തിക്കോസല്ല, CSI അല്ല, മർത്തോമയല്ല, കത്തോലിക്കനല്ല. ആരാ ദൈവസഭ? രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിന്റെ പേരാ ദൈവസഭ. അവരെ ചേർക്കുക. എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും, കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ. അത് കഴിഞ്ഞാൽ ഒരു അന്തിമ യുദ്ധം ഉണ്ടാകും. ബൈബിൾ കൂടെ. അതായത് റഷ്യ ഉക്രൈൻ തീരത്തില്ല. ഒരു ചെറിയ സമാധാന ഉടമ്പടി. പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ കൈ കൊടുത്ത് കട്ടൻ ചായ കുടിച്ചോലെ ഇനി ഞാനിവിടെ വന്നില്ലെങ്കിൽ കാണാൻ പോകുന്നത് റഷ്യ ഉക്രൈൻ ഒരു സമാധാന ഉടമ്പടി കൊണ്ടുവരുവതാ ട്രംപിന്റെ പരിപാടി. അങ്ങനെയെങ്കിൽ ഇത് ഇസ്രായേലിലേക്ക് പോകുക. താമസം വിന. എസെക്കിയേൽ പ്രവചനം 39:1-2. ബൈബിൾ കൂടെ കുഞ്ഞു വായിക്കത്തില്ല. നീയോ മനുഷ്യപുത്ര ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. അമ്മാമേ ഗോകാര, അച്ചായ ഗോകാര. പണ്ട് കള്ളു കുടിച്ചവരുടെ അപ്പച്ചനുണ്ടായിരുന്ന നോഹ മക്കളെ ശപിച്ചു. കനാൻ ശപിക്കപ്പെട്ടവൻ. കനാൻ ശപിക്കപ്പെട്ടതാകുമ്പോൾ നോഹയുടെ തലമുറകൾ ഷേം, ഹാം, യാഫേത്ത്. ബൈബിൾ കൂടെ ഉൽപ്പത്തി. യാഫേത്തിന്റെ തലമുറകളാ മാഗോഗ്, താദായി, യൂബാൽ. മാഗോഗ് 5 മംഗോളിയൻ സാമ്രാജ്യം, കുള്ളന്മാർ, കോട്ടയന്മാരെ കാഴ്ച പറഞ്ഞ അറാച്ചൻ, തോമാച്ചൻ, കറിയാച്ചൻ, പൊന്നച്ച, ശമുവേലച്ചാൻ. 5 രാജ്യങ്ങള്. 1 കൊറിയ, 2 തൈവാൻ, 3 ചൈന, 4 ജപ്പാൻ. അതിൽ 5ാമത്തെ ചേട്ടന മതിലിയാടിയ റഷ്യ. മാഗോഗി നിറങ്ങിയവന്റെ പേരാ ഇന്നത്തെ ഗോഗ്. എല്ലാം കുള്ളന്മാർ. നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ട രോസ് റഷ്യ, ട്രൂബൽ ടുബാസ്കോ, മേസക് മോസ്കോ എന്നിവയുടെ പ്രഭുവായ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് റഷ്യയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. 3 വർഷവും 4 മാസം കഴിഞ്ഞ് റഷ്യ ഉക്രൈൻ 15-ാം തീയതി നാളെ കണ്ട് ചർച്ചയുണ്ട്. മിക്കവാറും കട്ടൻ ചായ നിൽക്കും. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഈ അടി എവിടെ പോ? നാഗർകോവിൽ വണ്ടി ബാലരാമ
ദൂരം എത്തിയാല് ആ റഷ്യൽ കണക്ക് ഒരു സമാധാനം അതാ വരാൻ പോകുന്നത്. ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി 6 രാജ്യങ്ങളെ കൊണ്ടുവരും. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, അത് കഴിഞ്ഞ് ഉക്രൈൻ. ഇവിടെ ഒരു സ്റ്റോപ്പ് വരും. പിന്നത്തതിൽ ഞാൻ നിന്നെ വടക്കേ അറ്റത്തുനിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതനിരകളിൽ എത്തിക്കും. അതിന്റെ പേര് 3-ാം ലോക മഹായുദ്ധം, കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് എന്റെ നാഥൻ പറഞ്ഞു, യുദ്ധങ്ങളെ കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ഇന്ന് രാത്രി അഞ്ചാലിക്കോണമേ ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ശാപവും ഭൂകമ്പോ അവിടെ ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം. അങ്ങനെയെങ്കിൽ അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കും. ഇന്നെല്ലാം കട്ടച്ചായ കുടിക്കുക. അതൊക്കെ മാറും മനസ്സിലാകുന്നവർക്കായി. ഇന്ന് 2024 ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ പിടികയറിയപ്പോൾ പലസ്തീൻ്റെ വിമോചന നേതാവ്, അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു മഹമ്മൂദ് അബ്ബാസ്. അദ്ദേഹം റഷ്യ വന്നിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് താങ്കൾ മേധാവിയായി തീരണം. രണ്ടാമത്തെ ഭാഗം പറഞ്ഞു തരാം. ഈ ദിവസങ്ങളിൽ ഇസ്രയേലുമായിട്ട് ഹമാസ് വെടിനിർത്തി. അത് കഴിഞ്ഞതിന് ശേഷം ഇസ്രായേൽ വീണ്ടും ഹമാസിനെ അടിക്കാൻ തുടങ്ങിയപ്പോൾ ഹമാസിൻ്റെ നേതാക്കൾ റഷ്യ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, സാറേ ഞങ്ങളുടെ മേധാവിയായി റഷ്യ മാറണം. ഇതാ ഞങ്ങളുടെ ബൈബിളിൻ്റെ തനിവ. ഇന്നേക്ക് 2650 കൊല്ലം മുമ്പ് എസക്കേൽ 38:8 കേബാർ നദീതീരത്തിരുന്ന എസക്കേലോട് സ്വർഗം പറഞ്ഞു, എഴുതിക്കോ കുഞ്ഞ്, നീ അവർക്ക് മേധാവിയായി തീരും റഷ്യ. ഇതെല്ലാം ഒരു ദേശത്തേക്ക് വരും. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. വാളിനൊഴിഞ്ഞു പോയതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് യുദ്ധം വന്നു തരും. അതാ നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതം. 1948 വരെ അറബി ഒട്ടകം ഓടിച്ച് മൂങ്ങ മൂളി ഒരു സ്ഥലത്ത് ഒടുക്കം നീ വന്നു ചേരും. അതിൻ്റെ പേരാ 3-ാം ലോക മഹായുദ്ധം. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ എന്തുകൊണ്ടത് ഇപ്പോൾ നടക്കത്തില്ല? അച്ചായ മാമേ, സഹോദര സഹോദരി, അത് നടക്കുന്നതിന് ഒരു കൂട്ടം അവിടെ നിന്ന് എടുക്കപ്പെടും. അതിനായി കൺവെൻഷൻ. ആരാ? ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മടങ്ങി വരും. അതിനു മുമ്പ് ഒരിക്കൽ കൂടി സുവിശേഷം തീർന്നില്ല. അത് കഴിഞ്ഞാൽ ലോകം ഒരുവന്റെ കയ്യിലേക്ക്. ലോകം ഒരുവൻ ഭരിക്കുമോ? ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ 1914 മുതൽ 19 വരെ 1-ാം ലോക മഹായുദ്ധം. എത്ര പേർ ഭരിച്ചു? 5 ലക്ഷം പേർ. അന്നൊരു സംഘടന വന്നു. സംഘടനയുടെ പേരാ ലീഗ് ഓഫ് നേഷൻസ്, സർവ്വരാഷ്ട്ര സംഘടന. 39 മുതൽ 45 വരെ 2-ാം ലോക മഹായുദ്ധം. അന്ന് ഏകദേശം 5.5 കോടി പേർ മരിച്ചു. ഒരു സംഘടന വന്ന അതിൻ്റെ പേരാ യുണൈറ്റഡ് നേഷൻസ്. ഇന്നുകൊണ്ട് അന്തോണീസ് കുട്രാസ്. 3-ാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ ഒരുവൻ ഭരണത്തിലേക്ക് വരാൻ പോകുന്നു. അവൻ്റെ പേരാ എതിർ ക്രിസ്തു. വെളിപ്പാട് 13:1-2 വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അപ്പോൾ 10 കൊമ്പ് 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. ന്യൂ വേ വേൾഡ് ഓർഡർ. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലി, ഇന്നത്തെ ഗ്രീസ്, റോം. അതിൻ്റെ കാൽ കരടിയുടെ കാൽ, ഇന്നത്തെ ഇറാൻ. അതിൻ്റെ വായ് സിംഹമുഖം. പാറശാല കഴിഞ്ഞ് കളിക്കാവളയിൽ ചെക്ക് പോസ്റ്റിൽ നിന്ന വിൻസെന്റിനെ പച്ചയ്ക്ക് കൊന്ന നെയ്യാറ്റിൻകരയിൽ നിന്ന് വന്ന ചെറുപ്പക്കാർ IS, അതാ ഇന്നത്തെ ഇറാഖ്. അവർക്ക് അവർ അധികാരം കൊടുക്കും. അതിന് മഹാസർപ്പം, വലിയ ശക്തി സിംഹാസനം. അതിൻ്റെ പേര് അവനടുക്ക വാതിൽക്കൽ. അതിനാസ്പദമായി 2024 മുതൽ കർത്താവിൻ്റെ വരവിൻ്റെ ചാലുകൾ ഇവിടെ നിറവേറുന്നു. 2023 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഡൽഹിയിൽ ഒരു കോൺഫറൻസ് നടക്കുന്നു. അതിൻ്റെ പേര് G20. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകം ഒരുവൻ്റെ കൊടുത്താൽ നന്നായിരുന്നു. 2024 ഏവരും കേൾക്കണം. പ്രധാനമന്ത്രി മോഡിജി അബുദാബിയിൽ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ പോയി. 7,000 കോടി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചാനലുകാർ കൂടി. അദ്ദേഹത്തോട് ചോദിച്ചൊരു നല്ല വാർത്ത പറയുവാൻ. മോഡി അബുദാബിയിൽ പറഞ്ഞ വീട് വരും കാർ വന്നല്ല. ഭായിയോ ബഹനോ യ സുന്ന मंगता अपना दुनिया शांति समाधान मिलने के लिए बरकत होने के लिए एक आदमी कुर्सी में बैठेगा अच्छा है. ഒരുവൻ കസേരയുന്ന ശാന്തി സമാധാനം തീർന്നില്ല. 2024 മനസ്സിലാകുന്നവർക്കായി അവിടെ ബ്രിക്സ് ഉച്ചകോടി 37 രാജ്യങ്ങൾ ചേർന്നു. റഷ്യ, അത് കഴിഞ്ഞ് ചൈന, അത് കഴിഞ്ഞിട്ട് കൊറിയ, ഇന്ത്യ കൂടെ. അന്ന് അവരൊരു കാര്യം കൈ ഉയർത്തി, ലോകം ഒരുവൻ്റെ കയ്യിൽ കൊടുക്കാം. മനസ്സിലാകുന്നവർക്കായി അതിൻ്റെ ഇടയിൽ സ്വത്രം അവരൊരു ആപ്പ് കൂടെ വെച്ചു. ഫേസ്ബുക്കിൽ ആപ്പല്ല, എണ്ണവില ഡോളറിൽ നിന്ന് മാറ്റണമെന്ന്. അത് കണ്ട് മോഡി സാറിൻ്റെ കൈ ഇങ്ങനെ പകുതി ഉയർന്നു. അത് അമേരിക്കയിലെ ട്രംപ് ക്യാമറയിൽ കൂടെ കണ്ടു. അതുകൊണ്ട് മോഡി സാറിനെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചില്ല. പിന്നെ ജയശങ്കരണ്ണം പോയി പരിപ്പോടെയും ചായയൊക്കെ മേടിച്ചു കൊടുത്ത് ഫെബ്രുവരി മോഡി സാർ അവിടെ ചെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൈ ഉയർത്തിയ കാര്യം കുഴപ്പമാവും. സ്വത്രം എങ്ങനെ ഇരിക്കുന്നു? എണ്ണവില ഡോളറിൽ നിന്ന് മാറും. ആ പേടി കൊണ്ട് സൗദി രാജാവിനെ കയ്യിലെടുക്കാൻ കഴിഞ്ഞ ദിവസം ഉള്ള പട്ടാളക്കാരുമായിട്ട് എല്ലാം കൂടെ വന്ന് സൗദി അറേബ്യയിൽ. അതൊക്കെ വലിയ പ്രസംഗമാണ്. എലോൺ മസ്ക് താണ്ട് മൈക്രോചിപ്പ്
വാട്സപ്പുകാരനെ സൗദിയായിട്ട് ബന്ധിപ്പിച്ചു. നിങ്ങളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൾട്ട്മാൻ AI അവനെ കൊണ്ടുവന്ന് സൗദിയിൽ. ഇതെല്ലാം അന്ത്യകാല സംഭവം. ലോകം ഒരുവൻ്റെ കയ്യിൽ വരാൻ പോന്നു. തീർന്നില്ല. 2024 ഡിസംബർ ഞങ്ങളുടെ ഭവനക്കാരൻ ചാണ്ടി ഉമ്മൻ, അത് കഴിഞ്ഞിട്ട് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, അത് കഴിഞ്ഞ് ശിവഗിരി മഠാധിപതി, കർണാടകയിലെ TU ഖാദർ, എല്ലാവരും വത്തിക്കാനിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞ് ഏകലോക മതം. പാപ്പയുടെ അടക്കത്തിന് അവർ പോയി. ഇനി ഞാൻ പാറശാല വന്നില്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നു. ചെമ്പഴന്തിയിലല്ല, അരുവിപ്പുറത്തല്ല, ശിവഗിരിയിലല്ല, ആലുവ ശിവഗിരി മഠത്തിനകത്ത് സർവമത പ്രാർത്ഥനാ കേന്ദ്രം വരാൻ പോകുന്നു. അതിന് നേതൃത്വമുലകം. 2024 ലോകം ഒരുവന്റെ കയ്യിൽ. 2025 കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. ജനുവരി മാസം 25-ാം തീയതി മലയാള പത്രങ്ങളിൽ ഒരു വാർത്ത. അതിരുകളില്ലാത്ത ലോകം. 120 രാജ്യക്കാർ കൂടി സ്വിറ്റ്സർലൻഡിൽ. അവർ ഇംഗ്ലീഷിൽ പറഞ്ഞു, വി ആർ ഗീവിങ് എ ഗിഫ്റ്റ് ടു ന്യൂ ജനറേഷൻ. ഒരു ഗവൺമെന്റ്, ഒരു പാസ്പോർട്ട്, ഒരു യാത്രാ സംവിധാനം, ഒരു മൈക്രോ ചിപ്പ്, പേരുമിട്ടു. വി ആർ ഗീവിങ് എ ഗിഫ്റ്റ് ടു ന്യൂ ജനറേഷൻ. അതാ ഞങ്ങളുടെ കർത്താവ് പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിന്റെ കൊമ്പിളതായി ഒരിടത്ത് യുദ്ധം നടക്കുമ്പോൾ പിൻപിൽ ഒരു അച്ചായൻ വാതിൽ കൂടി കടന്നു വരാൻ നോക്കുന്നു. അവൻ അടുക്ക വാതിൽക്കൽ. മനസ്സിലാകുന്നവർക്കായി ഇനി ബൈബിളിനകത്ത് 2 മേജർ പ്രവചനങ്ങൾ, അന്ത്യകാല സംഭവങ്ങൾ. അതിൽ മേജർ പ്രവചനം 1 വെളിപ്പാട് പുസ്തകം, പുതിയ നിയമത്തിലെ ഏറ്റവും നിർണായകമായ മേജർ പ്രവചനം പത്മോസിന്റെ ഏകാന്തതയിൽ യോവാൻ അപ്പോസ്തലൻ. അടുത്ത കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം, വേറൊരുവൻ ഉണ്ടായിരുന്നു, ദാനിയേൽ, പ്രിയ പുരുഷൻ. അദ്ദേഹത്തിനോട് സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, എഴുതിക്കോ, ഒരുവൻ ഭരണത്തിൽ വരാം. ഇനി ബൈബിൾ തുറക്കണം, കുഞ്ഞു വായിക്ക്. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ കുഞ്ഞു വായി സഹായിക്കണം. ദാനിയേൽ 23, 24, 25 വാക്യങ്ങൾ വായിക്കാം. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയും ഉള്ളൊരു രാജാവ് എഴുന്നേൽക്കും. എല്ലാവരും കേട്ടാട്ടെ. ഇന്നത്തെ ഭരണാധികാരികളുടെ നമ്മൾ വാക്യം മാറ്റല്. ഇന്നത്തെ ഭരണാധികാരികളുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാലല്ല. അടുത്ത വായിച്ചാട്ടെ. അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃത്യാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും മതി, അവിടെ നിൽക്കട്ടെ, ഓടിപ്പോകല്. അതിനാസ്പദമായ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ എലോൺ മസ്ക് നമ്മുടെ 2 മൊബൈൽ അവൻ കൊണ്ടുപോയി. ഒന്ന് നമ്മുടെ റിലയൻസ് ജിയോ, അത് അവന്റെ കയ്യിലേക്ക് പോകാൻ പോകുന്നു. തമിഴ്നാട്ടിലെ എയർടെൽ അവൻ കയ്യിലാക്കി. ഉലകത്ത് മുഴുവൻ അവൻ സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യാൻ പോകുന്നു. അതിൻ്റെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലിമിനൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. പ്രസംഗിക്കാൻ സമയമില്ല. ഇനി നിങ്ങളുടെ വീട്ടിലെ വൈഫൈ വേണ്ട, മോഡവും വേണ്ട, ചെകുത്താനും വേണ്ട, 2 മുള്ളും വേണ്ട. സ്വത്രം ഇവിടെ ലൈവ് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാം. പാറശാല ടവറിൽ നിന്ന് കിട്ടുന്നത് പോലെ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്റർനാഷണലുമായിട്ട് ന്യൂറോ ലിങ്ക് സൈനായി ആരാ? റിലയൻസ് ജിയോയും അത് കഴിഞ്ഞ് എയർടെൽ ഹൈ സ്പീഡ് ഇന്റർനെറ്റ്. ലോകം ഒരുവന്റെ കയ്യിൽ. എത്ര ക്ലിയറായി അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും വായുബുദ്ധിയുമുള്ള രാജാവ് എഴുന്നേൽക്കും. അതാ മോള് വായിച്ചത്. അവന്റെ അധികാരം വലുതായിരിക്കും. ഓപ്പറേറ്റിംഗ് ബൈ ഇന്റർനെറ്റ് ബൈ എലോൺ മസ്ക്. ഇതെല്ലാം ട്രംപിന്റെ പദ്ധതിയാ. ഒരു അന്ത്യകാലത്തിലേക്ക് ലോകം. അത് കഴിഞ്ഞ് അതിശയകരമാമണ്ണ നാശം പ്രവർത്തിക്കും, കൃതാർത്ഥനായത് ചെയ്യുക. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. പലരെയും വിശുദ്ധ ജനത്തെ നശിപ്പിക്കുകയും ചെയ്യും. കിടക്കുന്ന മതി. അങ്ങനെയെങ്കിൽ ഒരു ഭരണാധികാരി വന്നാൽ, ഇനി ആ കാതലായ പ്രഭാഷണം, ഒരു ഭരണാധികാരി വന്നാൽ എന്ത് ചെയ്യും? 3 കാര്യങ്ങളെ പറയത്തോള്. 1 അവൻ നിയമത്തെ മാറ്റും. 2 ലോത്തിന്റെ കാലം. 3 ആകാശത്തെ ഒരു വീട് പറയുമ്പോൾ ഈ രാത്രി കൃത്യസമയത്ത് അവസാനിക്കുക. ശ്രദ്ധയോടെ. എന്താ അവൻ നിയമത്തെ മാറ്റും? ഹി വിൽ ടേക്ക് ഇറ്റ് ദ ലാൻഡ് ഓർഡർ. എല്ലാവരും കേട്ടാട്ടെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ മാറിയപ്പോഴേ സഖാവ് പിണറായി വിജയൻ വന്ന് DGPയെ മാറ്റി, SPയെ മാറ്റി, എല്ലാവരെയും മാറ്റി, കളക്ടർമാരെ മാറ്റി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മാറിയതിന് ശേഷമാ ആരാ വന്ന? ശ്രീ മോഡിജി ഗവർണർമാരെ മാറ്റി, കരവായുസേന വ്യോമ മേധാവികളെ മാറ്റി. അങ്ങനെയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വന്നാൽ ആദ്യം എന്ത് ചെയ്യും? അവൻ നിയമത്തെ മാറ്റും. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. ഹി വിൽ ടേക്ക് ദ ലാൻഡ് ഓർഡർ. എവിടാ നിയമം? എന്താ നിയമം? ബൈബിളിൽ 1-ാമത്തെ പുസ്തകം ഉൽപ്പത്തിയാ. ആദിയിൽ ദൈവം ആകാശം ഭൂമി. പിന്നെ ബാബയിലല്ല സൃഷ്ടിച്ചത്. 2 മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ഇന്ന് രാത്രി എല്ലാവരും ക്ലിയർ കേൾക്കണം. എന്താ? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല,
തക്ക തുണയെ കൊടുക്കുന്നു. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ആദമ്യ കുടുംബത്തെ സ്വർഗത്തിലെ ദൈവം എത്യോപ്യയിൽ നിന്ന് സൃഷ്ടിച്ചു, ഏദനിൽ കൊണ്ടുവന്നു, കല്യാണം അവിടെ വെച്ചു, അടക്കി വാഴുക, പെറ്റുപെരുക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക, ഒരു ദിവസം 1000 സംവത്സരം. എല്ലാവരും കേട്ടാട്ട്. കുറുങ്കുട്ടിയും ഇടിച്ചക പ്ലാമോടും അഞ്ചലിക്കോണം ഇവിടെയെല്ലാം കത്തോലിക്ക പള്ളിയുണ്ട്, യാക്കോബ പള്ളിയുണ്ട്, ലാറ്റിൻ പള്ളിയുണ്ട്. ചെറുക്കനും പെങ്കൊച്ചും നേരെ പള്ളി ചെന്നാൽ അച്ഛൻ 2 എണ്ണത്തിനെ പിടിച്ച് കഴുത്തേ കൂടെ മാലയും ഓരോ മോതിരം ഇട്ട് കൊടുക്കുമോ, കൗമാ ചൊല്ലും, കാര്യങ്ങൾ 2 പേരും പറയും, വിവാഹ രജിസ്റ്റർ ഒപ്പുവെക്കും. എന്നിട്ട് അച്ഛൻ നല്ലൊരു പാട്ട് പാടും, മാലയും മോതിരമൊക്കെ വാഴ്ത്തിയിട്ട് വാനിൽ നിന്നൊരു മകുടം കർത്തൻ കയ്യാലത് വാഴ്ത്തി മണവാളന് നൽകി മണവാട്ടിക്കും കൊടുത്തു വൈദിക ഷമ്മാശന്മാർ. അപ്പൊ പാട്ട് പാടുന്ന പോൾ പാസ്റ്റർ പാടും, ഏതെന്തോട്ടം നട്ടോനെ നീയാ ഞങ്ങളുടെ മണവാളൻ. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. നമ്മൾ എവിടെ കേൾക്കാൻ അച്ഛ അരുമയാണ് പാടലാ പാടുന്നത്. ഏതെൻ്റെ അകത്ത് മനുഷ്യനെ ഒരുപ്പിച്ച കരത്താൽ നമ്മൾ ഫേസ്ബുക്കിൽ മാന്തിക്കൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. രണ്ടാമത്തെ കാര്യം, പെന്തിക്കോസുകാരുടെ കല്യാണം, പാറശാല ഷീല കല്യാണ മണ്ഡപം. പെൺകൊച്ചും ചെറുക്കനും വന്ന് 2 എണ്ണത്തിനെ പീഡ തീർത്തിട്ട് ഞാൻ നടത്തുന്ന ആള് മക്കളെ നിങ്ങൾ ഒരുമിക്കുന്നു. ഇല്ല, എന്ത് ശുശ്രൂഷകളാ പെണ്ണിൻ്റെ ഭാഗത്തുനിന്ന്, വരൻ്റെ ഭാഗത്തുനിന്ന്, വധുവിൻ്റെ ഭാഗത്തുനിന്ന് ദൈവദാസന്മാർ കാര്യങ്ങളെല്ലാം പറയും. അതിനുശേഷം ശുശ്രൂഷ നടത്തുന്ന വ്യക്തികൾ വചനപ്രഘോഷം നടത്തും. ഞാൻ നടത്തുമെങ്കിൽ 2 കുഞ്ഞുങ്ങളെയും വിളിക്കും. പെൺകൊച്ചിനോട് ചോദിക്കും, മോളെ ഇതിൻ്റെ സമീപത്തേക്കുന്ന പുരുഷനെ ഭർത്താവായി സ്വീകരിക്കുക, വചനപ്രകാരം സുഖത്തിലും ദുഃഖത്തിലും കട്ടൻ ചായയൊക്കെ ഇട്ടുകൊടുത്ത് നല്ല വൃത്തിയായിട്ട് ഈ പയ്യനെ നോക്കുമോ, എനിക്കും സഭയ്ക്കും ദുഃഖം വരരുത്. ഇതും പറഞ്ഞിട്ടാണ് കാര്യം പറയുന്നത്. സന്തോഷമില്ലല്ലോ സ്വോത്രം. കെട്ടിച്ചവനെയും കൊടുക്കും, സഭയും കൊടുക്കും. അതുകൊണ്ട് കാര്യം മോനോടും ചോദിക്കും, മോനെ ദാണ്ടതിൻ്റെ സമീപത്ത് നിൽക്കുന്ന ഈ സ്ത്രീ നിൻ്റെ ഭാര്യയായി അബ്രഹാമിന്, സാറേ, ഇസഹാക്കിന്, റബേക്കയെ, യാക്കോബിന്, റാഹേലിനും കൊടുത്ത് കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച യഹോവയുടെ കരത്താൽ നിങ്ങളുടെ കുടുംബജീവിതം സംയോജിപ്പിക്കാൻ പോകുന്നു. ആവശ്യമില്ലാതെ കുഴപ്പമുണ്ടാക്കരുത്. നിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ കവറേജും കുറയ്ക്കണം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇത് പറഞ്ഞതിന് ശേഷമല്ലയോ ഈ കുഞ്ഞുങ്ങൾ ഉടനെ കൈവെക്കൂ. ഉടനെ വരുമ്പോൾ ദൈവദാസം മൈക്ക് ഞാൻ 2 കൈ വെക്കും. എന്നിട്ട് ഒരു നല്ല വാക്ക് ഒരു കരം ഉയർത്തിക്കൊണ്ട് 6000 കൊല്ലങ്ങൾക്കും വേദൻ്റെ പൂങ്കാവനത്തിനകത്ത് ഇറങ്ങി വന്ന് ആദമ്യ കുടുംബത്തെ സംയോജിച്ച ദൈവകരത്താൽ ഈ മക്കളുടെ കരങ്ങൾ സംയോജിപ്പിച്ച ഒരു പുതിയ കുടുംബത്തെ ഞങ്ങളിവിടെ ഉളവാക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരത്താൽ ഈ കുടുംബം മാനിക്കപ്പെടണം. അങ്ങനെയല്ലേ വിവാഹ ശുശ്രൂഷ നടക്കുന്നത്. നമ്മൾ ചിക്കൻ കാല് നോക്കിയിരിക്കും. സ്വോത്രം. അന്നേരമുണ്ട് അപ്പോൾ വിളക്കുപറ്റം ഭാഷ ഒരു പാട്ട് പാടും, സ്വർപ്പൂരമീ കരാറിന്മേൽ. സ്വോത്രം. ഇന്ന് ഈ മംഗല്യം എത്ര കാര്യം മനസ്സിലാകുന്നു. സ്വോത്രം. ഇന്ന് കല്യാണം ഉണ്ടോ അമ്മമ്മേ? ഇന്ന് കല്യാണം കമ്പ്യൂട്ടർ, മന്ത്രകോടി, പോത്തീസ്, ചാപ്പാട്, ശീല കല്യാണ മണ്ഡപം. എവിടം വരെ ലോകം തീരാൻ പോവുക. ഇന്ന് രാത്രി ലൈവ് ക്ലിയർ ആയിക്കോട്ടെ മോനെ. നാട്ടുകാർ കേൾക്കട്ടെ. വിവാഹമോ ഞങ്ങളിൽ അമേരിക്കക്കാർ. അമേരിക്ക പോയിട്ട് ഇസ്രായേൽ വഴി ശൂന്യാകാശത്തിൽ പോകുമ്പോഴേ തീരത്തോളൂ. സമാനത്തോടെ താൻ്റെ വിവാഹമോ ഞങ്ങളിൽ അമേരിക്കക്കാർ. അമേരിക്കയിൽ വിവാഹമില്ല. ദൈവം വെച്ച നിയമം മാറ്റി. 2 ഒന്നിച്ച് താമസിക്കാൻ 2 പെൺകുട്ടികൾ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നാട്ടുകാർ 2 പെൺകുഞ്ഞുങ്ങൾ ശരണ്യ, ശ്രുതി. എവിടെ ആയിരിക്കുന്നറിയാമോ? ഇന്ന് ബാംഗ്ലൂരിൽ ഒരുമിച്ച് താമസിക്കുന്നു. കേരള കോടതി കൊടുത്തില്ല, ബാംഗ്ലൂർ കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ പേര് ലെസ്ബിയൻ മാരേജ്. അഞ്ചാലിക്കോണക്കാർ കേട്ടാലും കുഴപ്പമില്ല. നാടൻ മലയാളം കുഞ്ഞമ്മ ചിന്നമ്മയെ കല്യാണം കഴിക്കുന്നത്. ദൈവം വെച്ച നിയമം മാറി. അന്തിമ നിയമം. അടുത്തത് താണ്ടോ വിൻസെൻറ്റും. അത് പറഞ്ഞപ്പോഴാണ് സന്തോഷമില്ല. നിങ്ങളുടെ തൊട്ടടുത്ത സ്ഥലം നെയ്യാറ്റിൻകര. കഴിഞ്ഞ ദിവസം ഞാൻ പ്ലാന്തോട്ടം ഏജിയിൽ കർത്താവിൻ്റെ വരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പോലീസ് ഏജ് പ്രസംഗം കേൾക്കാൻ വന്നു. അദ്ദേഹം ഒരു ഞെട്ടിക്കുന്ന കാര്യം പറഞ്ഞു. പാസ്റ്ററേ, ഒരു കാര്യം ഞാൻ പറയാം, സ്റ്റേജിൽ കൂടെ പറഞ്ഞാലും കുഴപ്പമില്ല. നെയ്യാറ്റിൻകരയുള്ള 38കാരി അമ്മാമ്മ ഇപ്പം മറ്റേ ത്രാസ് തൂക്കുന്ന ഒരു ഗ്രാമുണ്ടല്ലോ മൊബൈൽ, എന്തോ മോനെ ഇൻസ്റ്റാഗ്രാമോ ഏത് ഗ്രാമോ അത് സ്വോത്രം, തട്ടിയും ത്രാസും തൂക്കുന്ന ഗ്രാം. ഇൻസ്റ്റാഗ്രാമും വഴി കുണ്ടറയുള്ളൊരു 30കാരിയായിട്ട് പരിചയപ്പെട്ടു. കൊല്ലം കോടതിയെ കൊണ്ട് അമ്മാമ്മ കത്ത് കൊടുത്തിരിക്കുക. IG എന്നോട് പറഞ്ഞത് ഈ പെൺകുഞ്ഞിനെ ഇപ്പം വേണമെന്ന്. നെയ്യാറ്റിൻകരത്തിലെ 38കാരി ചേച്ചിക്ക് 30കാരി പെങ്കൊച്ചിനെ വേണമെന്ന്. എവിടം വരായി കുഞ്ഞമ്മാമ തീരാൻ പോവുക. സ്വോത്രം. അതിന് മുമ്പ് അവസാന യോഗമാണ്. സ്വോത്രം. ദാണ്ട് വിൻസെൻറ്റും ബ്രൂണോയും. കിടക്കുന്ന കത്തോലിക്ക സഭയിൽ 2 അച്ചായന്മാർ. നാടൻ ഭാഷ പൊന്നച്ചായനും തോമാച്ചായനും. മാരേജിൻ്റെ പേര് ഗെയ് മാരേജ്. കിടക്കുന്ന സ്വവർഗ വിഭാഗത്തിന് ഫ്രാൻസിൽ അംഗീകാരം. നല്ല സ്ഥലം, കത്തോലിക്കരുടെ കേന്ദ്രം. അവിടെയും വന്ന് ദൈവം വെച്ച തക്ക തുണയെ മാറ്റി സ്വവർഗ വിഭാഗം. അന്ത്യകാലം. അത് കഴിഞ്ഞ് സ്വവർഗ വിഭാഗത്തിന് US പച്ചക്കൊടി. 51 സ്റ്റേറ്റിൽ US സ്വവർഗ വിഭാഗം. ദൈവം വെച്ച കാർമിക നിയമം മാറ്റി. പുറകെ കുഞ്ഞു വായിക്കും ഓസ്ട്രേലിയ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പലരും കാണും, ബന്ധുക്കൾ. സിഡ്നി, മെൽബൺ, അഡ്ലൈഡ്. അവിടെയും സ്വവർഗ വിഭാഗം. കുഞ്ഞുങ്ങൾ പത്രത്തിനകത്തുനിന്ന് ഇൻ്റർനെറ്റ് ഇത് മുഴുവൻ എടുത്തെന്ന് പ്രസംഗിക്കണം. ലോകം തീരാറായി. അത് കഴിഞ്ഞാൽ 18 കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാം.
നല്ല വാർത്ത എല്ലാവരും കേട്ടാട്ട്. ഇവിടെ നല്ല സ്ഥലം എവിടെ? ഇടിച്ചക്കപ്പിലാമൂട്. നമ്മുടെ ഇറച്ചിപ്പാലത്ത് സൺ എഞ്ചിനീയറിംഗ് കോളേജിൽ 2 കുഞ്ഞുങ്ങൾ പോകുന്നു. ഒന്ന് നമ്മുടെ ഇടിച്ചക്കപ്പിലാമൂടിലുള്ള ഒരു അച്ഛൻ്റെ മകൾ, അവൾ BE പഠിക്കുന്നു. വേറൊരു ചെറുപ്പക്കാരൻ നെയ്യാറ്റിൻകരക്കാരൻ ME പഠിക്കുന്നു സൺ എഞ്ചിനീയറിംഗ് കോളേജ്. അവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടം. കല്യാണം നടത്താൻ വീട്ടുകാരോട് പറഞ്ഞ് സമ്മതിക്കത്തില്ല. ചെറുക്കനും പെങ്കൊച്ചും എന്താ സംഭവിച്ചതെന്നറിയാവും? വീട്ടുകാരെ മാറ്റി. 5000 രൂപയുടെ കേസ്. നാട്ടുകാർ കേട്ടാലും കുഴപ്പമില്ല. നെയ്യാറ്റിൻകര വക്കീലിനെ കണ്ടു, വഴിയാധാരമായ ആധാറും കൊടുത്തു. നെയ്യാറ്റിൻകര കോടതി ഒരു പേപ്പർ കൊടുത്തു, ലിവിങ് ടുഗദർ, മനസ്സിലാകുന്നവർക്കായി. കണ്ടു. വേണമെങ്കിൽ കല്യാണം കഴിക്കാം, വേണ്ടെങ്കിൽ കളയാം. ഇവർ രണ്ടുപേരോട് എവിടെ പോയെന്നറിയാവോ? കുഴിത്തറയ്ക്കകത്ത് താഴോട്ട് കിടക്കുന്ന റോഡിൽ 4000 രൂപയ്ക്ക് ഒരു വീട് വാടകയ്ക്ക് എടുത്തു. പയ്യനും പെങ്കൊച്ചും വരുന്നില്ല. എല്ലാവരും കേട്ടാട്ട് നമ്മുടെ ഇടിച്ചക്കപ്പിലാമൂടിൽ അച്ഛൻ കൊണ്ടുവന്ന് പാറശാല പോലീസിന് കത്ത് കൊടുത്തു. പോലീസ് പറഞ്ഞ് ഇത് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നെയ്യാറ്റിൻകര DYSPയെ പോയി കാണ്, ലൊക്കേഷൻ കിട്ടും, മനസ്സിലാകുന്നവർക്കായി. പെങ്കൊച്ച് അച്ഛൻ്റെ മോള് നെയ്യാറ്റിൻകര DYSP ചെന്ന് കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് നാളെ വരാൻ പറഞ്ഞു. മൊബൈൽ നമ്പർ മേടിച്ചു. തിരുവനന്തപുരം മണ്ണാമൂല പേരൂർക്കട വഴി സൈബർ സെല്ല് നോക്കിയപ്പോൾ കുഴിത്തറയെന്ന് താഴോട്ട് വന്ന് കഴിവന്തിട്ടടുത്ത് വാടക വീട്ടിനകത്ത് പയ്യനും പെങ്കൊച്ചും ഇരിക്കുന്നു, മനസ്സിലാകുന്നവർക്കായി. അച്ഛനോട് വിളിച്ചു പറഞ്ഞു, നാളെ നെയ്യാറ്റിൻകര വരണം, നിങ്ങളുടെ വാഗണർ കാറി അപ്പനും അമ്മയും വരണം, ഞങ്ങളൊരു പോലീസ് വണ്ടി 2 വനിതാ പോലീസുമായിട്ട് പെങ്കൊച്ചിനെ പിടിച്ചു തരാം. 6:30 അച്ഛൻ ചെന്നു. 7:40 ആയപ്പോൾ കഴിവന്തിട്ട വീടിൻ്റെ മുറ്റത്ത് ചെന്ന് പോലീസ് വണ്ടി അപ്പൻ്റെ വണ്ടിയും കൂടെ സ്വോത്രം. പയ്യൻ പുറത്തിരുന്ന് നോട്ട് എഴുതുന്നു, പെങ്കൊച്ച് ടീ ഉണ്ടാക്കുന്നു. പയ്യൻ്റെ അടുത്തും പെങ്കൊച്ചിൻ്റെ അടുത്തും DYSP പറഞ്ഞ പരാതിയുണ്ട്, 2 പേരും വണ്ടി കയറണം. പയ്യൻ പറഞ്ഞു 1 മിനിറ്റ് വെയിറ്റ് സാർ. അവനകത്ത് പോയി. നെയ്യാറ്റിൻകര കോടതിയാണ് നല്ലൊരു പേപ്പർ, 1 വർഷം ഒരുമിച്ച് താമസിക്കാനുള്ള ലൈസൻസ്, മനസ്സിലാകുന്നവർക്കായി കാണിച്ചു. ഉടനെ പെങ്കൊച്ച് പറഞ്ഞു, സാർ ഒക്കാരെങ്ക അരുമയാണ് ടീ സാപ്പിടുങ്ക, മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അകത്ത് നിന്ന് നല്ലൊരു പാടല്, ഉണ്മയും നമ്പി വന്നേ ഞാൻ വെക്ക പാടല്, എവിടം വരാ അമ്മാമ സ്വോത്രം. ഇന്ന് രാത്രി കേക്ക്. പട്ടക്കാരൻ വേണ്ട, പാസ്റ്റർ വേണ്ട, ഒന്നും വേണ്ട. അതുകൊണ്ട് അമ്മാമ എൻ്റെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, യെരുശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവീർ. എവിടം വരായി സ്വോത്രം. നാടൻ മലയാളം പാർശ്വക്കാർ മക്കളെ മാമ്പൂവിനെയും കണ്ടിട്ട് ഒന്ന് സന്തോഷിക്കണ്ട സ്വോത്രം. കാലം തീരാറായി, അന്ത്യകാലമായി. അത് കഴിഞ്ഞാൽ അടുത്തത് ദാണ്ടേ ട്രാൻസ്ജെൻഡർമാരിയെ തിരുവനന്തപുരം ഈശാന സൂര്യ എവിടം വരായി ലോകം, മനസ്സിലാകുന്നവർക്കായി തീർന്നില്ല. ദാണ്ടേ കോടതി മുറി. ഇന്ത്യൻ സുപ്രീം കോടതി, എല്ലാ ലൈവ് കാണിക്കണം മോനെ. ഇന്ത്യൻ സുപ്രീം കോടതി 2 പെൺകുട്ടികൾ വക്കീലന്മാർ ഒരുമിച്ച് താമസിക്കുന്നു. നിയമത്തിനൊന്നും ചെയ്യാൻ വയ്യ. അവിടം വരെയായി. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേൾക്കണു, എല്ലാവരും കേട്ടാട്ടെ. കേരളത്തിനകത്തൊരു മലയാളി പെൺകുട്ടി 2 വേറെ പെൺകുട്ടികളുമായി ഇന്ത്യൻ സുപ്രീം കോടതി പോയി. TY ചന്ദ്രചൂഡ് അദ്ദേഹത്തിന് മുമ്പിലൊരു നിയമം കൊണ്ടുവന്നു, സ്വവർഗ വിവാഹം. നല്ല വക്കീലിനെ വെച്ച് കാശും കൊടുത്തു. പെങ്കൊച്ചുകൾ പറഞ്ഞ് ഗ്രീസ് എന്ന് പറയുന്ന രാഷ്ട്രം, ഓർത്തഡോക്സ് സഭ, അവരും ഒപ്പിട്ടു. അങ്ങനെയെങ്കിൽ ഇവിടെ സുവർഗ വിഭാഗം. ജഡ്ജി പേനയെടുക്കാൻ തുടങ്ങി. അപ്പം പാർട്ടി ഏതോ ആകട്ടെ, BJPയുടെ സോളിസിറ്റർ ജനറൽ പറയും, സാറേ അതിനകത്ത് ഒപ്പിടരുത്, ശമ്പളം തരുന്ന ഞങ്ങളാ, പെങ്കൊച്ചല്ല. ഇന്ത്യ ഒറ്റ വിഭാഗം, ആർഷഭാരതം. സ്ത്രീക്ക് പുരുഷൻ, പുരുഷന് സ്ത്രീ, മനസ്സിലാകുന്നവർക്കായി. പേപ്പർ മാറ്റി അച്ചായ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു, തടുക്കുന്നവൻ വഴിയിൽ നിന്നും മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. കേട്ടാട്ടെ, ഏഷ്യാനെറ്റ് ചാനൽ ചർച്ച വന്നിട്ട് മലയാളി ക്രിസ്ത്യാനി മാമോദീസ വെള്ളം വീണ പെങ്കൊച്ച് പറയൂ, ഇനി ഞങ്ങൾ അപ്പീൽ പോകുന്ന നിന്റെ കാര്യം കർത്താവ് തീർക്കാറായി. സ്വോത്രം. ദൈവം വെച്ച നിയമത്തെ മനുഷ്യൻ കയ്യിലെടുക്കുന്നു. അന്തിമ നിയമം പുറേ വായിക്കും. ദാണ്ട് വിളക്ക് വെട്ടത്തിന് തന്നെ പിടിക്കാം. വരൻ ഉക്രൈൻ, വധു പുനലൂർ. കമ്പ്യൂട്ടർ കല്യാണം നടത്തി പുനലൂർ. സന്തോഷമില്ലല്ലോ സ്വോത്രം. നിങ്ങളുടെ പാസ്റ്ററിന്റെ സ്വന്തം നാട്. വരൻ ഉക്രൈൻ, വധു പുനലൂർ. ഓൺലൈൻ കല്യാണം, മനസ്സിലാകുന്നവർക്കായി. അമ്മമ്മേ എവിടം വരായി. ഇനി ചെറുപ്പക്കാരൻ ഉക്രൈനും പെങ്കൊച്ച് പുനലൂരായാലും കീക്കി കൂക്കു ഓൺലൈൻ വഴി കല്യാണം. പിന്നെ പൈസ കൊടുത്ത് അടച്ചാൽ മതി. എവിടം വരായി. ദൈവം വച്ച കാർമ്മിക നിയമം മാറി. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ കാലം തീരാറായി. ട്രംപ് ഇങ്ങനെ കറങ്ങി നടക്കുന്നതിൻ്റെ കാര്യം ഇന്ന് രാത്രി എന്താ പ്രത്യേകത? ആരാ ഭാഗ്യവാൻ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? പറഞ്ഞു തരാം. എല്ലാവരും മനസ്സിലാക്കണം, ബൈബിൾ കേൾക്കണം. 1991 അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് വന്ന്, ബിൽ ക്ലിന്റൺ വന്നപ്പോൾ ആദ്യം കൊണ്ടുവന്ന സ്വവർഗ വിഭാഗം. എല്ലാവരും കേട്ടാട്ടെ. അപ്പൊ എന്താ പറഞ്ഞതെന്നറിയാമോ? പാസ്റ്റർമാരും അച്ഛന്മാരും ചെന്ന് പറഞ്ഞ് എല്ലാവരും കേൾക്കണം. ഡോളറിനകത്തൊരു വാക്കുണ്ട്, ഇൻ വി വിൽ ട്രസ്റ്റ് ഇൻ ഗോഡ്. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. സ്വോത്രം. അതുകൊണ്ട് ഇത് ചെയ്യരുത്.
അന്ന് തൊട്ട് അമേരിക്കയിൽ കാറ്റടിക്കാൻ തുടങ്ങി. ഏത് കാറ്റാ കുഞ്ഞ്? റീത്ത, കത്രീന, വിൽമ, ആർവി, ഫ്ലോറൻസ്, ലോറൻസ്. വേണ്ട, നിങ്ങൾ ഇവിടെ തിരുവനന്തപുരം എയർപോർട്ടിൽ പോകും, ചാക്കയുടെ അവിടെ സ്വത്രം, അവിടുന്ന് വിമാനം പറന്നുയരും. 33,000 അടി വിമാനം പറക്കുമ്പോൾ അമേരിക്കയിലെ എയർപോർട്ടുണ്ട്, കെന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളം. അവിടെ നാസയുടെ ക്യാമറയുണ്ട്, നാഷണൽ എയറോനോട്ടിക്കൽ സയൻറ്റിഫിക് അഡ്മിനിസ്ട്രേഷൻ. പാറശാല സയൻസ് ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ എൻ്റെ പേര് പറഞ്ഞാൽ മതി. ആകാശത്തിൽ പറക്കുന്ന വിമാനത്തെ വിമാനമായിട്ടുള്ള കാണുന്നത് റഡാർ വഴി കാണും. അതിൻ്റെ എഫക്റ്റിൻ്റെ പേര് ബട്ടർഫ്ലൈ എഫക്റ്റ്. തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന വിമാനത്തെ കാണാം അമേരിക്കയ്ക്ക്. പക്ഷേ അമേരിക്ക കാറ്റടിച്ചിട്ട് ഒരു ക്യാമറയും കണ്ടില്ല. ഇന്ന് രാത്രി അഞ്ചാലിക്കോണത്തോട് യഹോവയെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവേ, നിന്നെ ദൈവം കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. സ്വത്രം. ഒറ്റ ക്യാമറ. രണ്ടാമത്തെയും കൂടെ കേട്ടാട്ടെ. അമേരിക്കയിൽ ബിൽ ക്ലിന്റൺ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ കൊല്ലാൻ ലൈസൻസ്, അബോർഷൻ. ഇന്ന് രാത്രി ഷാജു ചാത്തന്നൂർ നിങ്ങളുടെ മുൻപിൽ പ്രസംഗിക്കുമ്പോൾ 75 ലക്ഷം കുഞ്ഞുങ്ങളെ കൊന്ന ലോകരാജ്യമാണ് അമേരിക്ക. എല്ലാവരും കേട്ടാട്ടെ. എന്താ അതിൻ്റെ പ്രത്യേകം? 75 ലക്ഷം കുഞ്ഞുങ്ങൾ. അതിന് അബോർഷൻ കൊടുത്ത ലൈസൻസാണ് ബിൽ ക്ലിന്റൺ. കത്തോലിക്ക സഭയുടെ പെരുമാധ്യക്ഷൻ. ഒരു സഭയെ ഞങ്ങൾ കുറ്റം പറയത്തില്ല. അദ്ദേഹം ചെന്ന് ബിൽ ക്ലിന്റനോട് പറയും, സാറേ, മക്കളെ യഹോവ തരുന്ന ദാനം, ഉദരഫലം, യഹോവയുടെ പ്രതിഫലം, കുഞ്ഞുങ്ങളെ കൊല്ലാൻ ലൈസൻസ് കൊടുക്കരുത്. അന്ന് തൊട്ട് അമേരിക്കയിലെ ബാങ്കുകൾ പൊട്ടി. ഇന്ന് എത്ര ബാങ്ക്? അതുകൊണ്ട് ട്രംപ് നടന്ന് സൗദിക്കാരൻ്റെ എല്ലാം കാശ് പിടിക്കുക. 40 വർഷമായി ട്രംപിൻ്റെ വിമാനം മാറ്റിയിട്ട്. അതുകൊണ്ട് ആ ഖത്തറുകാരൻ കൊടുത്ത വിമാനം നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങളെന്ന് പറഞ്ഞ് കരമുയർത്തുന്ന മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി കേട്ടാട്ടെ. എന്താ സംഭവിച്ചത്? അമേരിക്കയിലെ ബാങ്കുകൾ പൊട്ടി. ഏത് ബാങ്ക്? JP മോർഗൻ. അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ബാങ്ക്, ഫസ്റ്റ് ബാങ്ക്, എല്ലാം പൊട്ടി. ആരാ ഭാഗ്യവാൻ? ഇന്ന് രാത്രി പലരും പറയും അമേരിക്കക്കാരാ ഭാഗ്യവാൻ. ട്രംപ് വന്നപ്പം എല്ലാ പെന്തിക്കോസുകാരും IPC, ഷാരൂൺ, ഏജിക്കാരെല്ലാം ഫേസ്ബുക്കിൽ ഞങ്ങളുടെ രക്ഷകൻ വന്ന്, ഞങ്ങളുടെ രക്ഷകൻ വന്ന്. ട്രംപ് നിന്റെ രക്ഷകനൊന്നും അല്ല സോദരം. ട്രംപ് വന്നത് ഇസ്രയേലിന് വേണ്ടിയാ, അഥവാ ആലയത്തിന് വേണ്ടിയുള്ള പണിക്ക് വേണ്ടി അറബ് രാജ്യങ്ങളെ പിടിക്കുന്നത്. അതുകൊണ്ട് ട്രംപ് വന്നത് ഇസ്രായേലിന്. പത്രം കാണുന്നവരല്ല, ഇയ്യോബ് എഴുതിയിട്ടുണ്ട്, അവൻ ബലശാലികൾ സിംഹാസനത്തിൽ നിന്ന് മാറ്റി തനിക്ക് ബോധിച്ചവരെ സിംഹാസനത്തിൽ വരുത്താൻ ട്രംപ്. രണ്ടാമത്തെ കാര്യം, ട്രംപിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത, അവൻ എവിടെ ചെന്നാലും യേശു രക്ഷകൻ എന്ന് പറയും. ആരും ആയിക്കോട്ടെ, നമ്മൾ മിണ്ടാതിരുന്ന ദൈവം എന്ന് അറിഞ്ഞുള്ളൂ. സ്വത്രം ദാ കിടക്കുന്നത് യേശു രക്ഷകൻ. മൂന്നാമത്തെ കാര്യം, അമേരിക്കയിലെ ട്രംപിൻ്റെ പ്രത്യേകത, അവൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? എൻ്റെ അമ്മ പ്രാർത്ഥിച്ചത് കൊണ്ട് ഞാൻ അമേരിക്കയുടെ പ്രസിഡൻ്റായി. അയ്യോ, ഓലപ്പരെ കടന്ന് തിന്നാനും കുടിക്കാനും ഇല്ല. കട്ടൻ കപ്പയും വാട്ടുകപ്പയും അടിച്ച് മരച്ചീനിയും തിന്ന്, ഉണക്കച്ചീനിയും തിന്ന്, അത് കഴിഞ്ഞ് മുള്ളൻകാരിൽ നിന്നപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും കരഞ്ഞ്, കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 3 നേരം ആഹാരം കൊടുക്കണേ, 1500 സ്ക്വയർ ഫീറ്റ് വീട് കൊടുക്കണേ, വെളിനാട്ടിൽ കുഞ്ഞുങ്ങളെ വിടണേ. ആരൊക്കെ കരഞ്ഞോണ്ടാ പെന്തിക്കോസുകാരാ നിനക്ക് ഈ നന്മ കിട്ടിയത്? ഇന്ന് ഭദ്രാസനത്തിനും സിംഹാസനത്തിനും കമ്മിറ്റിക്കും ട്രാൻസ്ഫറിനും കൈക്കൂലിയും മേടിക്കുന്ന ശകല പെന്തിക്കോസിലെ മോലാളിമാർ കർത്താവ് അടിച്ച് ശരിയാക്കും. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. ട്രംപ് പറഞ്ഞു കേട്ടോ, എൻ്റെ അമ്മ പ്രാർത്ഥിച്ചത് കൊണ്ട് ഞാൻ ഈ നിലയിൽ വന്നത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ആരെയൊക്കെയോ കണ്ണീര് കൊണ്ടാ നമുക്ക് നല്ലൊരു വീട് കിട്ടിയത്, ഒരു ബൈക്ക് കിട്ടിയത്, കീശയ്ക്കകത്ത് കാശ് കിട്ടിയത്. അതുകൊണ്ട് ട്രംപ്. മൂന്നാമത്തെ കാര്യം. 4, ട്രംപിൻ്റെ പ്രത്യേകത, അവിടെ മന്ത്രിസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ എല്ലാവരും 2 മിനിറ്റ് പ്രാർത്ഥിക്കണം. കേട്ടിട്ട് പെന്തിക്കോസുകാർക്ക് സന്തോഷമില്ലല്ലോ. നമ്മൾ പോയി വന്ന് സ്വത്രം, ഒറ്റ പോക്കല്ലേ സ്വത്രം. ഇന്ന് സഭായോഗം നീണ്ടുപോയാൽ, ഞങ്ങളുടെ കൊല്ലം ഭാഷയെ പറഞ്ഞാൽ, അവറാച്ചാൻ കണ്ണാടി എടുത്ത് തുടയ്ക്കുമ്പോൾ പാസ്റ്റർ ആശീർവാദം പറഞ്ഞു പോകണം. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. അടുത്തത് കുഞ്ഞമ്മാമ. രണ്ടാമത്തെ കാര്യം, ബാഗിൻ്റെ ഉറ ഊരുമ്പം ആശീർവാദം ടൈമായി. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. ഇല്ല പാസ്റ്റർ കാര്യം കട്ടപ്പോക, പിന്നെ വണ്ടം വേട്ടി നോക്കിയാൽ മതി. മനസ്സിലാകുന്നവർക്കായി. ട്രംപ് കണ്ടു 2 മിനിറ്റ് പ്രാർത്ഥിക്കണം എല്ലാത്തവന്. അഞ്ചാമത്തെ കാര്യം, പെന്തിക്കോസുകാർ കേൾക്കട്ടമ്മാമേ, 50,000 ബൈബിൾ ഓരോ സ്കൂളിലും ട്രംപ് വെച്ചിരിക്കുക. പിള്ളേർക്കും കൊണ്ടുപോകാം, വീട്ടുകാർക്കും കൊടുക്കാം. 6ാമത്തെ കാര്യം, പാറശാല കേൾക്കട്ടെ, ഇവിടുത്തെ ദൈവമില്ലെന്ന് പറഞ്ഞവനും കേൾക്കട്ടെ. കഴിഞ്ഞ ദിവസവും ട്രംപ് വിളിച്ചു പറഞ്ഞു, ഇനി അമേരിക്കയ്ക്ക് രക്ഷ യേശു ക്രിസ്തു മാത്രം. കരമുയർത്തുന്നവർക്കായി
ദൈവമില്ലെന്ന് പറയുന്ന മന്ത്രവാദി, നീ കേട്ടോ, ലോകത്തിലെ ഏറ്റവും വലിയ പുള്ളിക്കാരൻ അമേരിക്കക്കാരൻ പറയുന്നത് കർത്തവ്യം ഞങ്ങൾക്ക് രക്ഷയുള്ളെന്ന്. സ്വോത്രം. നീ ഇവിടെ മന്ത്രവാദവും തന്ത്രവാദവും പറയുന്ന ഇന്ന് രാത്രി പൊളിച്ചിട്ട് ഞങ്ങൾ പോകത്തോള്, മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആരാ ഭാഗ്യവാൻ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? റാന്നിയിലും കോന്നിയിലും പുനലൂരുമുള്ള ശകല പോൾ വിളക്ക് പെട്ടത്ത് ദൈവമായിട്ട് അവിടെ നിർത്തിയിരിക്കുന്നു. സ്വോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ അമേരിക്കയിൽ പോയിട്ടുള്ള ആളല്ല. പുനലൂർ ചെമ്മന്തൂരിൽ നിന്ന് ഒരച്ചായൻ എൻ്റെ പ്രസംഗം കേൾക്കുന്ന കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജൂൺ മാസം തൊട്ട് എൻ്റെ വാട്സപ്പ് കാണത്തില്ല. ഞാൻ പറഞ്ഞു, അമേരിക്കയിൽ ഇച്ചിരി വിവരം തരാൻ അച്ഛൻ തന്ന് സഹായിക്കുക, ഞാൻ അവിടെ വന്നിട്ടില്ല. അപ്പോൾ പറയാം, ഞാൻ ഫോൺ നമ്പർ മാറ്റാൻ പോകുന്നു ജൂൺ 1. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുവാ കാര്യം? കേരളത്തിലെ യോഗം കഴിഞ്ഞ് പാസ്റ്റർമാരെല്ലാം അവിടെ വരും, എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് രക്ഷപ്പെടാൻ ഞാൻ വാട്സപ്പ് മൊബൈൽ നമ്പർ മാറ്റിയെന്ന്, കാശില്ലാത്തതുകൊണ്ട്. മനസ്സിലാകുന്നവർക്കായി പേരൂടെ പുനലൂക്കാർക്ക് ഞാൻ പറഞ്ഞിടാം, സ്റ്റേജിൽ കൂടെ പറയത്തില്ല. സ്വോത്രം. ഇവിടെ മെയ് 31 കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉപദേശിമാർ പാട്ട് പാടും, പ്രാക്കളെ പോലെ ഞാൻ പറന്നിടുമേ. പിന്നെ നവംബറിലേ വരത്തുള്ളൂ. സ്വോത്രം. അയ്യോ, ഞങ്ങളൊക്കെ ആയോണ്ട് ഇവിടെ പ്രസംഗിക്കുന്നു. ഇന്ന് 5000 പേര്, 75,000 വാട്സ്, പിന്നെ തീ പോലെ ഇറക്കുന്ന ആൾക്കാർ, യവനെയെല്ലാം ദൈവം ശരിയാക്കി. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ പച്ചയ്ക്ക് പറയുമോ, സ്വോത്രം. അവിടെ ഞാൻ കാശില്ലമ്മേ. ആരാ ഭാഗ്യവാന്മാർ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാന്മാർ? അല്ല. ഗൾഫ് രാജ്യം കണ്ടില്ലേ, ചെറുപ്പക്കാർ ഇന്നും വിളിച്ച് പല കമ്പനിയിൽ ശമ്പളമില്ല, ആകെ കുഞ്ഞുങ്ങൾ വെളിനാട്ടിൽ ഭാരപ്പെടുന്നു. എന്നാ വിചാരിച്ച് ആറാട്ടുകുഴിയിൽ കുന്നത്തുകാലിലും റബ്ബറുള്ള കുഞ്ഞച്ചാനാന്നോ? കുഞ്ഞമാമ ചൂടടിച്ച് റബ്ബറിൻ്റെ ഇലയും പോയി പട്ടയം ദ്രവിക്കുന്നു. സ്വോത്രം. ഇന്ന് രാത്രി അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? ലണ്ടൻകാരനാണോ ഭാഗ്യവാൻ? ഗൾഫുകാരനാണോ ഭാഗ്യവാൻ? അല്ലെങ്കിൽ ആറാട്ടുകുഴിയിലും വെള്ളറുടെയിലും കുന്നത്തുകാലും കാരക്കോണത്ത് തോട്ടമുള്ള അച്ചായനാണോ ഭാഗ്യവാൻ? അവരൊന്നുമല്ല ഭാഗ്യവാൻ. ഈ കൺവെൻഷൻ കൂട്ടത്തിൽ 4ാമത് രാത്രി ഒരു കൂട്ടം ഭാഗ്യകരമായ ദൈവമക്കൾ ഇവിടെ ഇരിക്കുന്നു. ആരാവർ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളത്രേ ഭാഗ്യവാന്മാർ. അവരെ ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി. തീർന്നില്ല മക്കളെ, ബാക്കിയൂടെ കേട്ടാട്ടെ. അങ്ങനെയെങ്കിൽ അവൻ നിയമത്തെ കയ്യിലാക്കുവോ? വായിക്കാം. ദാനിയേൽ 7:25. കുഞ്ഞു വായിക്കുന്ന വാക്യങ്ങളെല്ലാം നിങ്ങൾ എടുത്തോണം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ചയച്ചിട്ട് ദാനിയേൽ 7:25 വായിക്കാം. അവൻ അത്യുന്നതനായവന് ദൈവം വെച്ച കാർമിക നിയമം. എത്ര ക്ലിയർ! ഒരു സൺഡേ ക്ലാസ്സിൽ എന്ന് പറയുന്ന പോലെ നിങ്ങളോട് നാടൻ മലയാളത്തിൽ ഞാൻ പറയുന്നു. അവൻ അത്യുന്നതന് വിരോധമായി വായിച്ചിട്ട് മോളെ വമ്പ് പറയുകയും, ഏതെന്റെ ഭൂങ്കാവനത്തിൽ മനുഷ്യ കുടുംബത്തെ സംയോജിപ്പിച്ച ദൈവത്തിന്റെ കരുത്തിന് വിരോധമായി വമ്പ് പറയുകയും. വായിക്കാം. അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കി കളയുകയും. വായിച്ചോ. സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ he will take it the land order. അപ്പോൾ ഓടിപ്പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല വചനം. ദൈവസഭ എടുത്താൽ 4 കാലമുണ്ട്. ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച, നിത്യ യുഗങ്ങൾ. അടുത്ത 7 വർഷത്തെ ഭരണത്തിന് വേണ്ടി അവനെടുക്ക വാതിൽക്കൽ. അടുത്തത് കാലവും. ബൈബിൾ എടുത്താട്ടെ. കുഞ്ഞു വായിക്കുന്ന നിങ്ങളുടെ ബൈബിൾ നോട്ടി എല്ലാവരും പ്രസംഗിക്കണം. വായിക്കാം. വായിച്ചിട്ട് പോലെ കാലവും കാലങ്ങളും. കാലം 7. കാലത്തിന്റെ പകുതി കാലാംശം. വായിച്ചിട്ട് മോനെ. അവൻ എന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. അവന്റെ കയ്യിൽ കൊടുക്കാൻ പോകുന്ന ഒരുവന്റെ കയ്യിൽ ലോകഭരണം. അതുകൊണ്ട് ട്രംപിനെയും കുറ്റം പറയണ്ട, പിണറായിയും കുറ്റം പറയണ്ട, മോഡി സാറിനെയും കുറ്റം പറയണ്ട. നിയമം മാറി. ഹി വിൽ ടേക്ക് ഇറ്റ് ദ ലാൻഡ് ഓർഡർ. അടുത്തത് നമ്മുടെ സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. മോൾ എടുത്താട്ടെ. യെശയ്യാ പ്രവചനം 3:12. 400 കേസാ പോസ്കോ. എവിടം വരായി മക്കളെ? വായിക്കാം. യെശയ്യാ പ്രവചനം 3:12. കേരളം. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. അവിടെ ശോഭീതരമോളെ ഞാൻ പറയുമ്പോ ബാക്കി വായിക്കണം. കുട്ടികൾ അവർ പീഡിപ്പിക്കപ്പെടുന്നു. 400 കേസാ 2 വർഷമായിട്ട്. പക്കത്ത് കുമരി മാവട്ടം ഇരിക്കുന്നു. അരുമയാണ് இந்த நாட்களில் செய்தி கொடுக்கிறது. நானும் அங்கே போயிருக்குது. പക്ഷെ അവിടുത്തെ പീഡനമില്ല. 3.5 കോടി ജനം. സാക്ഷര കേരളം, സുന്ദര കേരളം. കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. നമ്പർ 1 തിരുവനന്തപുരംകാർ വരുന്ന വഴി ബാലരാമപുരം ഉച്ചക്കടയ്ക്ക് സമീപം. എനിക്ക് ഇന്നും വേദന. 9 മാസം 9 ദിവസം 9 വിനാഴിക നൊന്ത് പ്രസവിച്ച് ദേവനന്ദയെ കിണറ്റിൽ എറിഞ്ഞു കൊന്ന കേരളത്തിലെ അമ്മ. മനസ്സിലാകുന്നവർക്കായി. കാലം തീരാറായ അമ്മമ്മേ. ബാക്കിയൂടെ പറഞ്ഞുതരാം. എറണാകുളം വയറ്റില. എല്ലാവരും കേട്ടോണം. അന്ത്യകാലമാണോ? എറണാകുളം വയറ്റില 1.5 വയസ്സുള്ള കുഞ്ഞ് ഭർത്താവുമായിട്ട് കശപിശ ഉണ്ടായി അവർ ഉപേക്ഷിച്ചു. ആ വാശിക്ക് ആ കുഞ്ഞിനെ കഴുത്തിയരിച്ചു. അച്ഛന്മാർ കേട്ടാട്ടെ. ആമസോണിന്റെ കവറിനകത്ത് എറണാകുളം വയറ്റിലയിൽ ഓടുന്ന വണ്ടിക്കകത്ത് സ്വന്തം കുഞ്ഞിനെ കഴുത്തിയരിച്ച് ബാൽക്കണി കൂടെ എറിഞ്ഞു കൊന്ന മലയാളി അമ്മ. തീർന്നില്ല. അടുത്തൂടെ കേട്ടാട്ടെ. ലോകം തീരാറായോ? ബാക്കിയൂടെ പറഞ്ഞുതരാം. കളമശ്ശേരി ഒരു ചെറുപ്പക്കാരനും പെങ്കൊച്ചും 1.5 വയസ്സുള്ള കുഞ്ഞ്. നമ്മുടെ കൊച്ചുമോൻ ഇവിടെ ഇരിക്കുന്നല്ലോ, അതുപോലെ ഒരു കുഞ്ഞുമോൻ. അവക്കൾ ആദ്യത്തെ ഭർത്താവ് കളഞ്ഞു.
ഒരു പുതിയ വാലിബൻ വന്ന്, ചെറുപ്പക്കാരൻ. അവൻ പറഞ്ഞു, നിന്നെ ഭാര്യയാക്കാം, പക്ഷേ ഈ കുഞ്ഞിനെ കൊന്നു തരണം. അവൾ പാപികരമായ ജീവിതത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞിന്, അവനും ഈ പെൺകുട്ടിയുടെ കതകിൻ്റെ കീഴ്ത്ത് 1.5 വയസ്സുകാരൻ്റെ തലഞ്ഞരിച്ചു. എന്നിട്ട് കുഞ്ഞങ്ങ് മരിച്ചു. കളമശ്ശേരി ചെന്നിട്ട് പറഞ്ഞു, കുഞ്ഞ് കതകിൻ്റെ കീഴിൽ കയറിയത് അറിഞ്ഞില്ല, ഞെരിഞ്ഞ് തല പോയതാന്ന്. പക്ഷേ ഹോസ്പിറ്റലുകാർക്ക് കാര്യം പിടികിട്ടി, കിട്ടാനുള്ളത് കിട്ടി. പോലീസ്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ വന്നു. ആദ്യം ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ നമ്പർ അദ്ദേഹം പരസ്യം കൊടുത്തു. 1 മാസം ആരും വന്നില്ല. കുഞ്ഞിൻ്റെ ബോഡി ഫ്രീസറിനകത്ത്. എല്ലാ അമ്മമാരും കേൾക്കണം എന്താ സംഭവിച്ചത്. ആശുപത്രിക്കാർ അടക്കാൻ പോയപ്പോൾ IPS-കാരൻ പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല, നിങ്ങൾ അടക്കണ്ട, 6000 രൂപ സ്വന്തമായിട്ട് ശവപ്പെട്ടി, അതിൻ്റെ മേളിലൊരു സ്റ്റിക്കർ ഒട്ടിച്ച് അമ്മച്ചി മകനെ വിടാ. 3 കിലുക്ക് മുട്ടിച്ച് ഒരു IPS ഓഫീസർ 1.5 വയസ്സുകാരൻ ആങ്കൊച്ച് സൂര്യൻ്റെ മുഖം പോലെ ഇരിക്കുന്ന കുഞ്ഞിന് അമ്മയും വളർത്തച്ഛനും കൊന്നതിനെ കൊണ്ട് കളമശ്ശേരി സെമിത്തേരിയിൽ അടക്കി. എവിടെ വരായി അമ്മാമ്മേ? ഇവിടെ തൊട്ടടുത്ത് പൂവാറിൽ അരിമാനൂർ പൂവാർ CSI മുഴുവൻ ഞാൻ പ്രസംഗിച്ചതാണ്. അവിടുത്തെ CSIക്കാരിലെ എൻ്റെ സുഹൃത്തുക്കൾ, പഞ്ചായത്ത് സെക്രട്ടറി, കഴിഞ്ഞ നവംബറിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, എൻ്റെ സാറേ കർത്താവ് വരാറായി. CSIക്കാർ. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അപ്പോൾ അവർ പറഞ്ഞു, ദർശനം കിട്ടിയോ? നല്ല 9 മാസവും 9 ദിവസവും 9 വിനാഴികയും നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് അപ്പനും അമ്മയും 4 ലക്ഷം രൂപയ്ക്ക് പൂവാറിൽ വിറ്റ് കാശാക്കി. കരമുയർത്തുന്നവർക്ക് സ്വോത്രം. പത്രം വായിക്കണം അമ്മമ്മേ. ഒരു കുഞ്ഞിന് വേണ്ടി SATയിലും ക്രെഡൻസിലും KJKയിലും പോയി ക്യൂ നിൽക്കുക കാലത്ത് 7 മണി തൊട്ട്. തന്ന കുഞ്ഞിനെ വിറ്റ് കശാപ്പ് ചെയ്യുന്ന കേരളം. മനസ്സിലായില്ലയോ? ഇതാടക്കുന്ന പോസ്കോ. അടുത്ത 2ാമത്തെ കാര്യം, നല്ല കാലമാണോ അമ്മമ്മേ? അടുത്ത വാക്ക് മോള് വായിര്. യെശയ്യാ 3:12. അടുത്ത വാക്ക് വായിക്കാം. യെശയ്യാ 3:12. സ്ത്രീകൾ അവരെ വാഴുന്നു. കിടക്കുന്ന സ്ത്രീകൾ അവരെ വാഴുന്നു. ഇന്നത്തെ ഏത് കേസ് നോക്കിയാലും സ്ത്രീകളാ. പെന്തിക്കോസുകാരും കേട്ടാട്ടെ, CSIക്കാരും. ഇവിടെ ഒരു കേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ പുറത്തുവിടാത്തത്? അതിനകത്ത് ഈ നടികൾ കൊടുത്തത് മൊത്തം അമ്മമാർക്കെതിരെ, പണത്തിനും സൗകര്യത്തിനും വീടിനും വേണ്ടി സ്വന്തം മക്കള് സിനിമയ്ക്കും സീരിയലിനും വിറ്റ് കാശാക്കിയ കേരളം. അതാ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട്. അല്ലാതെ മുഖ്യമന്ത്രിക്ക് പേടിയല്ല, അൻസല സൗഹാബിനൊന്നും കൊടുക്കത്തില്ലവർ. അല്ലെങ്കിൽ പാറശാല ഇവിടുത്തെ MLAക്കും കൊടുക്കുകയല്ലോ. ഒരു IPS ഓഫീസർ വായിച്ചിട്ടു എന്നോട് പറയാം, ഭാഷയെ വായിച്ചാൽ കരഞ്ഞു പോകും. ഈ സ്റ്റേജിൽ വിളങ്ങുന്ന സിനിമാ സീരിയൽ താരങ്ങൾ ഹേമാ കമ്മിറ്റിക്ക് കൊടുത്തതാ. സ്വന്തം അമ്മമാർ പണത്തിനും അതുപോലെ കെട്ടിടത്തിനും സ്വർണത്തിനും പണത്തിനും വേണ്ടി സിനിമയ്ക്കും സീരിയലിനും മക്കളെ വിറ്റ കേരളം. ഹേമാ കമ്മിറ്റി റിപ്പോർട്ട്. സ്ത്രീകൾ അവരെ വാഴുന്നു. അടുത്ത ബാക്കിയൂടെ മോള് വായിച്ചാട്ടെ, വായിക്കാം. എന്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. എന്റെ ജനമേ, നടത്തുന്നവരെല്ലാം നിന്നെ വഴിതെറ്റിക്കുന്നു. കിടക്കുന്നു. കാലം മാറിയില്ലേ? നിന്നെ നടത്തുന്നവർ വഴിതെറ്റിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവകുഞ്ഞുങ്ങളോട് ദൈവദാസനാകുന്ന ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇന്ന് രാത്രി റീമ ഏജിയെ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നതുകൊണ്ട് രാത്രി കഴിവാറായി, പകൽ അടുത്തുപോയി, നമ്മുടെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. തീർന്നില്ല. അടുത്ത വാക്യം വായിക്കാം. ഈ കാലത്തെ ഓർത്ത് പൗലോസ് ലേഖനം എന്ത് പറഞ്ഞു? എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15-16 വാക്യങ്ങൾ കുഞ്ഞു വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 5, 15, 16 വായിക്കാം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല. എല്ലാവരെയും മോള് വായിക്കുന്ന വാക്യം, അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ. അടുത്ത വാക്ക്, ഇത് ദുഷ്കാലമാകിയാൽ. കരമുയർത്തുന്നില്ലല്ലോ ആരും. ഇത് ദുഷ്കാലമാകിയാൽ. അടുത്ത വായിച്ചോ. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഞങ്ങളുടെ കൊല്ലംകാരുടെ ഭാഷ, കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ ഇനി പാറശാലയിൽ അമ്മണിമാമ അകത്ത് പോയി കത്തിയെടുക്കത്തില്ല. അരകല്ലിന്റെ മേളിലിരിക്കുന്ന കൊച്ചു പിച്ചാത്തി എടുത്ത് ജനലെ കൂടെ കോഴിയെ തീർക്കുന്നത് പോലെ ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. ഇന്ന് രാത്രി അരുമயான നൽസെയ്തി കൂട്ടങ്ങളുടെ 4ാമത് இரவு. தாயே தகர்ப்பரே தம்பி தங்கச்சி, இந்த நாள்களில் வேதம் சொல்கிறது உலகத்தின் முடிவு கடைசி கால செய்திகள். நீ எங்க கூட போகாது. இந்த ராத்திரி ஒளி பக்கத்தில் நீ எங்க இருக்குது? நெஞ்சத்தை കരുത്തെ കൊടുത്ത് യേശു എന്ന ഏക രക്ഷകൻ, യേശു എന്ന ഏക കർത്താവ്, യേശു രാജാതി രാജാവായി മടങ്ങി വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ
എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. ഇന്ന് രാത്രി 4ാമത് രാത്രി പ്രസംഗം തീർന്നെന്ന് ആരും വിചാരിക്കല്ലോ. സ്വോത്രം. പ്രസംഗം ബാക്കിയുണ്ട്. നിങ്ങളെ 10 ഞങ്ങൾ പ്രസംഗിച്ചിട്ടേ പോകത്തുള്ളൂ. സ്വോത്രം. ഇന്ന് രാത്രി എന്താ അതിൻ്റെ പ്രത്യേകത? ഇവിടെ എല്ലാവരും കേട്ടാട്ടെ നാട്ടുകാരും വീട്ടുകാരും. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ് ഒരു വാക്സിൻ കൊടുക്കുന്നുണ്ട്, പോളിയോ വാക്സിൻ. നമ്മുടെ വീട്ടിനകത്ത് കാലുമുടന്തി ഒരു കുഞ്ഞ് കിടക്കാൻ ഇന്ത്യ ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. അതിനാ പോളിയോ. ആ പോളിയോ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേര് PSC എഴുതുന്ന കുഞ്ഞുങ്ങൾ ജോൺ ലിറ്റിൽ വാക്സ് പോളിയോ. അതിൻ്റെ അർത്ഥം 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞ് പോളിയോ ബാധിച്ച് കിടക്കാൻ, കാലുമുടന്തി കിടക്കാൻ. അതുകൊണ്ട് പഞ്ചായത്ത് പരസ്യം, പാറശാല പരസ്യം, അത് കഴിഞ്ഞ് കുറുംകുട്ടി പരസ്യം, 2 ആശാ വർക്കർമാർ വീട്ടിൽ പറയും സൗരി കുഞ്ഞിനെയും കൊണ്ട് എവിടെ വരണം? പോളിയോ കൊടുക്കാൻ. അന്നാ ഷീല കല്യാണ മണ്ഡപത്തിൽ ഫ്രൈഡ് റൈസ് തിന്നാൻ കുഞ്ഞിനെ കൊണ്ട് ജ്യോതിമോള് പോകുന്നത്. പിന്നെ നീ കർത്താവിനെ കുറ്റം പറയരുത്. സ്വോത്രം. നീ കൊടുക്കാനുള്ളത് കൊടുക്കണം. എന്താ പോളിയോ? മനുഷ്യകുലത്തിന് വന്ന പാപത്തിൻ്റെ, മനുഷ്യകുലത്തിന് വരുന്ന ഇൻഫെക്ഷൻ്റെ പേരാ പോളിയോ. എന്നാൽ ഇന്ന് രാത്രി കുറുംകുട്ടിയിൽ അഞ്ചാലിക്കോണത്ത് മനുഷ്യകുലത്തിന് ഒരു പോളിയോ ഉണ്ട്. അതിൻ്റെ പേരാ പാപം. പാപത്തിൻ്റെ വിപത്ത് മദ്യപാന്, പാപത്തിൻ്റെ വിതക്ക മയക്കുമരുന്ന്, പാപത്തിൻ്റെ വിപത്ത് കള്ളുകുടി, കഞ്ചാവ്, MDA. ഇതിനേതെങ്കിലും ഒരു വാക്സിൻ തരാൻ പറ്റുമോ? ഇവിടെ ഒരു ചെറുപ്പക്കാർ ആരാണ്ട് പറയും പാറശാല ഗവൺമെൻറ് ആശുപത്രി പോയാൽ ഈ പാപത്തിന് മരുന്ന് കിട്ടുമെന്ന്. ഞാൻ പാറശാല ചെന്ന് അവർ പറഞ്ഞു പൊക്കോളായി. അപ്പോൾ ആരാണ്ട് പറഞ്ഞു നെയ്യാറ്റിങ്കര പോയാൽ മതി, അവിടെ അഡ്മിറ്റ് ചെയ്താൽ നമുക്ക് പാപത്തിന് മരുന്ന് കിട്ടുമെന്ന്. നെയ്യാറ്റിങ്കര TB ജംഗ്ഷനിൽ പോയി ഡോക്ടറോട് പറഞ്ഞു ഒരാഴ്ച അഡ്മിറ്റ് ചെയ്യണം, അമോക്സിലും പമ്പ് ചെയ്യണം, എനിക്ക് പാപം മാറണം, തട്ടി. അപ്പോൾ ആരാണ്ട് പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെന്നാൽ മതി, നിന്നെ കടത്തി അപ്പൻഡിസെക്ടമിയുടെ സാധനം വലിച്ചു കീഴെടുക്കുന്ന പോലെ നിന്റെ പാപം വലിച്ചു കീറും, സർജനെ കാണാൻ പറഞ്ഞു. അവൻ അവിടെയും ചെന്നു. സർജൻ പറഞ്ഞു സ്ഥലം കാലിയാക്കാൻ. അപ്പോൾ ആരാണ്ട് പറഞ്ഞു ക്യാൻസർ സെൻ്ററിൽ ചെന്നാൽ മതി, കിടന്നാൽ മതി, കൊബാൾട്ട് റേഡിയേഷൻ അടിച്ചാൽ നിന്റെ ചങ്കിലെ പാപം കരിക്കാന്ന്. അവിടെ അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറെ തള്ളി. ഇന്ന് രാത്രി 2 നാൾക്കുള്ളിൽ കൂടെ ഇവിടെ അരുമയാണ് ചെയ്തി കൂട്ടാവും. പാപത്തിന് പരിഹാരത്തിന് പാരാസെറ്റമോൾ ഇല്ല, പാപത്തിൻ്റെ പരിഹാരത്തിന് അമോക്സിലിൻ ഇല്ല, പാപത്തിൻ്റെ പരിഹാരത്തിന് ഇന്ന് രാത്രി സർജറി ഇല്ല, പാപത്തിൻ്റെ പരിഹാരത്തിന് ഇന്ന് രാത്രി റേഡിയേഷൻ ഇല്ല. പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഇന്ന് രാത്രി അഞ്ചാലിക്കോണത്തൊരു വാക്സിന് ഞങ്ങൾ ഉയർത്തുന്നു. കോവാക്സിൻ അല്ല, കോവിഷീൽഡ് അല്ല, അതിൻ്റെ പേരത്രേ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. കരമുയർത്തുന്നവർക്കായി എന്റെ അരുമயான കൂട്ടങ്ങൾ, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം നിന്റെ സകല പാപമല്ല, നിന്റെ സകല പാപവും പോക്കി രാത്രി ശുദ്ധീകരിക്കുന്നു. അവൻ നിയമത്തെ മാറ്റുന്നു. 2 നാം കടക്കുന്നു ലോത്തിന്റെ കാലം. എല്ലാവരും കേട്ടാട്ടെ. എന്താ ലോത്തിന്റെ കാലം? സാമ്പിൾ തുടങ്ങി. ജനുവരി മാസം 5-ാം തീയതി. 2 വാക്യം കൂടെ കേൾക്കും, കമ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടേ നിർത്തത്തോളൂ. ജനുവരി മാസം 5-ാം തീയതി എല്ലാവരും കേട്ടാട്ടെ. അമേരിക്കയിലെ ഹോളിവുഡ് അഥവാ സിനിമാ താരങ്ങളുടെ നിശ സംഗീതം, അത് കഴിഞ്ഞിട്ട് അവാർഡ് ദാനം. 2 ചുട്ടിപ്പാവാട കൊടുത്ത പെങ്കൊച്ചുങ്ങൾ. സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ ഞാൻ പറയുക, സ്വോത്രം. മൈക്ക് എടുത്തിട്ട് പറയുക ഇംഗ്ലീഷിൽ. ഹൂ ഈസ് ദ യൂണിവേഴ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗാഡ്. ആരാ പറഞ്ഞ? പ്രപഞ്ച കർത്താവ് ഉണ്ടാക്കിയതാ. ഈ പെങ്കൊച്ചുങ്ങൾ പറഞ്ഞ കാര്യമുണ്ട്. അവർ പറഞ്ഞ എന്താണെന്നറിയാമോ? നോ, ദാറ്റ് ഈസ് എ ഫിനോമിന. അന്ന് അമേരിക്കയിൽ തീ 48 മണിക്കൂർ. ലോസ് ആഞ്ചലസ് 48,000 വീട് അമ്മാമേ, അല്ല 48,000 ഏക്കർ, 28,000 വീട്, 38 പേർ വെന്ത് മരിച്ചു. റീമ ഏജിക്കാർ കേൾക്കണം ഈ കൺവെൻഷൻ. അമേരിക്ക നല്ലൊരു സുവിശേഷകനുണ്ട്, അത് ബില്ലി ഗ്രഹാം. മനസ്സിലാകുന്നവർക്കായി അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, സോദോമിനകത്ത് ദൈവത്തിൻ്റെ ന്യായവിധി ഇറങ്ങിയെങ്കിൽ, അമേരിക്കയെ ദൈവം കത്തിച്ചില്ലെങ്കിൽ സോദോമിനകത്ത് പോയി കർത്താവ് മാപ്പ് പറയേണ്ടി വരും. അങ്ങനെ മാപ്പ് പറയുന്നവനല്ല ഞങ്ങളുടെ കർത്താവ്. സ്വോത്രം. ഇന്ന് രാത്രി ഈ കൺവെൻഷൻ വേണ്ടി പാസ് ക്രമീകരിച്ചപ്പോൾ 48,000 ഏക്കർ, 28,000 വീട്, അത് കഴിഞ്ഞ് 38 പേർ വെന്ത് മരിച്ചു. അബ്രഹാമിൻ്റെ വീട്ടിനകത്ത് 2 ദൈവത്തിൻ്റെ ദാസന്മാർ. പെന്തിക്കോസുകാർ കേൾക്കണം, ഇങ്ങനെയുള്ള യോഗങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. നല്ല നോട്ട് എഴുതിയെടുക്കണം. അബ്രഹാമിൻ്റെ വീട്ടിനകത്ത് 2 ദൈവദാസന്മാർ വന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അബ്രഹാമിനോട് പറഞ്ഞു ഞങ്ങൾ സോദോമിലോട്ട് പോവാന്ന്. അബ്രഹാം ചോദിച്ചു ആരെങ്കിലും വാട്സപ്പ് അടിച്ചു വന്നു? അയ്യോ, കല്ലും മണ്ണും നിലവിളിച്ചു സോദോമിനകത്ത്, വാട്സപ്പ് അല്ല. അപ്പം പറഞ്ഞ് നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു ചെറിയ ഔട്ട് സ്റ്റേഷൻ വർക്കുണ്ട്, അവിടെ ഒരു ശുശ്രൂഷകൻ ലോത്ത് കൊണ്ടത്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ആദ്യം സഭയുടെ കണക്കെടുത്ത് 10 ഉണ്ടോ? ഇല്ല. 5 ഉണ്ടോ? ഇല്ല. ലോത്തുണ്ടോ? ഇല്ല. തമ്പേറും ഇല്ല, കാമ്പോണും ഇല്ല. മനസ്സിലാകുന്നവർക്ക് ആ സ്വോത്രം. ഇപ്പം സഭ പൂട്ടിയിട്ടേക്കുക. ഇന്ന് രാത്രി ദേശത്താരാധിക്കുന്നവരുണ്ടെങ്കിൽ അതിനെ നോക്കി ദൈവത്തിൻ്റെ ന്യായവിധി വരാതെ കാക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ആദ്യം കല്ലുമണ്ണ് നിലവിളിച്ചപ്പോൾ സോദോമിനകത്ത് എത്ര പണക്കാരുണ്ടോ, അംബാനി ഉണ്ടോ, അല്ലെങ്കിൽ അദാനി ഉണ്ടോ എന്നല്ല നോക്കിയത്, ആരാധിക്കുന്ന മുട്ടുമടക്കുന്നവനുണ്ടോ എന്നാ സ്വർഗം ചോദിച്ചത്. സ്വോത്രം.
എല്ലാവരും കേൾക്കണം. ആരാധിക്കുന്നവർ ഒരു പട്ടണത്തിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി വരത്തില്ല. എല്ലാ പെന്തിക്കോസ്തുകാരും കേട്ടാട്ടെ. തിരുവനന്തപുരം വെള്ളറടി അരുമயான ഒരു ഊഴിയക്കാർ, അവർ പേർതാൽ ഇന്ന് നിത്യതയിലായിരിക്കുന്ന പാസ്റ്റർ എം പൗലോസ്, പലർക്കും അറിയത്തില്ല. 5 മരംകാല വെള്ളറടയിൽ നിന്ന് യാത്രയെ രാമേശ്വരം. എല്ലാവരും കേൾക്കട്ടെ, പെന്തിക്കോസ്തുകാരെല്ലാം കേട്ടാട്ടെ. സുനാമി ആഞ്ഞടിക്കുക. അതിൻ്റെ ശനിയാഴ്ച ഇന്തോനേഷ്യയിലെ സുമാത്രയിലെ ദൈവത്തിൻ്റെ ന്യായവിധിയ കടലിനകത്തുനിന്ന് ലാഭ പൊട്ടിയതാ സുനാമി. 5 മീറ്റർ തിരമാല. അതൊക്കെ പ്രസംഗിച്ച ദിവസങ്ങളെടുക്കും, പൂവാറിലെ കണക്ക്. ഇന്ന് രാത്രി എന്താ സംഭവം? ശനിയാഴ്ച രാവിലെ ആ ഊളിയക്കാരൻ ചർച്ചക്കുള്ള ജപത്തെ കൊടുക്കാൻ വരുന്നത് തമിഴ് ഭാഷയിൽ സ്വർഗം സംസാരിക്കുന്നത്. നാളെ രാമേശ്വരത്ത് എന്തോ നടക്കാൻ പോവുക. എല്ലാ പെന്തിക്കോസ്തുകാരും കേട്ടാട്ടെ. സ്വോത്രം. എന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തിനോട് പറഞ്ഞു, നിന്റെ ചർച്ചിലെ എല്ലാവരെയും ദൈവാത്മാവ് വെളിപ്പെടുത്തി വണ്ടിക്കകത്ത് കൊണ്ടുവരുവാൻ. പിള്ളേരോട് പറഞ്ഞു പെട്ടെന്ന് കൊണ്ടുവരാം. പകലൊരു യോഗം, രാത്രിയിലൊരു കാത്തിരിപ്പ് യോഗം, കഞ്ഞിയും കൊടുത്തു. രാവിലെ വീണ്ടും പ്രാർത്ഥന, കട്ടൻ ചായ കൊടുത്തു. 9:30 തമ്പേറാടി തുടങ്ങിയപ്പോഴേ അമ്മാമ്മയെ എവിടാ ഇവിടെ ദാണ്ട ഇന്തോനേഷ്യയിലെ സുനാമി, എവിടാ പൂവാറിങ്ക് പോയി, രാമേശ്വരവും പോയി, അടുത്ത് എവിടെ പോയെന്ന് അറിയാമോ? സ്വോത്രം. മദ്രാസിലെ മറീന ബീച്ച് വരെ തട്ടിക്കളഞ്ഞു. സ്വോത്രം. എം പൗലോസ് മാഷിന് ഒരു സാക്ഷി യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്താ? രാവിലെ 9:30 തമ്പേറടിക്കുമ്പോൾ 6 മീറ്റർ തൊട്ടപ്പുറത്ത് തിരമാല പൊങ്ങുക. എന്നാൽ ചർച്ചിനകത്ത് ഒരു തുള്ളി വെള്ളം വരുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. കരമുയർത്തുന്നവർക്കായി ആരാ നമ്മുടെ ദൈവം? ഇന്ന് രാത്രി 2 ദിവസം കൂടെ ഇവിടെ ഉള്ളു. അതുകൊണ്ട് വചനം ഏറ്റെടുത്തുകൊണ്ടേ പോകാം. ആരും തലേ കൈവെക്കണ്ട. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ കണ്ടെങ്കിൽ, റീമ ഏജി ഇരിക്കുന്നത് അറിയുന്ന ദൈവം, എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്തുനിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം. അമ്മാമെ കരമുയർത്ത്. ആകാശത്ത് കയറിയാലും അവൻ്റെ കരം തേടിയെത്തും. കീഴ പാതാളത്തിനകത്ത് കിടക്ക വിരിച്ചാലും അവൻ്റെ കരം തേടിയെത്തും. പൂവാറിലും പഴവഞ്ചാലും സുനാമി വരട്ടെ, കീഴ ശാശ്വത ഭുജങ്ങൾ വച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി പറ, ആകാശത്ത് നിന്ന് ഉൽക്ക വീണാലും പിശാച് നടുങ്ങട്ടെ, ഇയ്യോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്ത ദൈവം എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും കാക്ക്. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി വിളിച്ചു പറ, നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് പാറശാല 10,000 പേരും വീഴും, എന്നാൽ അതൊന്നും എന്നോട് അടുത്ത് വരികയില്ല. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്ക് സിംഹത്തിന്മേലും ആണനുമേലും കുഞ്ഞെ നീ ചവിട്ടിക്കളയും, പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ താക്കോൽ, അഭിഷേകത്തിന്റെ താക്കോൽ നിന്റെ നാവിന്മേലുണ്ട്. ഇന്ന് രാത്രി കരമുയർത്തിയാട്ട്. ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല, എൻ്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം. അതുകൊണ്ട് 4ാമത് രാത്രി കരമുയർത്തി. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. കരമുയർത്തുന്നവർക്കായി അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. പരാജയത്തോടെ ഇന്ന് രാത്രി ഗ്രൗണ്ട് വിടരുത്. പറയണം മാമേ, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ദേശത്ത് പാർത്ത് വിശ്വസ്തതയാചരിക്കുന്ന ദൈവദാസനുണ്ടെങ്കിൽ സ്വർഗം സംസാരിക്കും. ന്യായവിധി വരാൻ പോകുന്നത് മനസ്സിലാകുന്നവർക്കായി. പലരും വിചാരിക്കും ഇവരുടെ കലവില കൊണ്ട് സ്വസ്ഥതയില്ലെന്ന്. എൻ്റെ അച്ചായ, ഞങ്ങളുടെ കലവില ഉണ്ടായത് കൊണ്ടാണ് നിന്റെ കുടുംബം ഉള്ളത്. സ്വോത്രം. ഞങ്ങളുടെ കലവില നിന്നാൽ സോദോമിനകത്ത് തീയിറങ്ങിയോലെ നിന്നെ തീർക്കാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി മനസ്സിലാക്കി തരാം എന്താ സംഭവിച്ചത്. അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അബ്രഹാം പറഞ്ഞു, ലോത്തിനെ ഓർക്കണേ, അവൻ നമ്മുടെ പഴയ ശുശ്രൂഷകനാണ് ലോത്ത്. അതുകൊണ്ട് ലോത്തിനെ ഓർക്കണം. അബ്രഹാം എടിവിൽ നിന്നും എന്തായാലും ദൈവദാസന്മാർ അവിടെ ചെന്ന്, സോതോമിൽ ചെന്ന്. എല്ലാവരും കേട്ടാട്ട്. ഇപ്പം ലോത്ത് പട്ടണബാധയ്ക്ക് ഇരിക്കുക. ഭാര്യയാണെന്നല്ലോ വീട്ടിലെ ആൾ, സന്തോഷമില്ലല്ലോ. ദൈവദാസന്മാരെല്ലാം സമാനമായിട്ടിരിക്കണേ. ഭാര്യമാർക്കെതിരെ ഒന്നും പറയരുത്. ദൈവത്തെ കൊടുത്ത സ്വോത്രം. വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാർ വല്ലവർക്കും ചോർത്തി കൊടുക്കും, നമുക്ക് കമൻറ്റും വരും. സ്വോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞു തന്നെ ഇരിക്കണം. അമ്മാമ്മ വീട്ടിലെ ആൾ ലോത്ത് വാതക്കെ ഇരിക്കുന്നു. ഉടനെ ചെന്ന് ദൈവദാസന്മാർ ലോത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കുഞ്ഞ്, പർവ്വതത്തിലേക്ക് ഓടണം, ഈ പ്രദേശത്ത് നിൽക്കരുത്, രക്ഷയ്ക്കായി പുറത്തു വരണം, തിരിഞ്ഞു നോക്കരുത്. ഏജിയുടെ ജനറൽ കൺവെൻഷനിലും പറന്തൽ കേട്ടിട്ടുണ്ട്, നെയ്യാറ്റിങ്കര മുനിസിപ്പൽ ഗ്രൗണ്ടിൽ കേട്ടിട്ടുണ്ട്, പ്ലാന്തോട്ടത്ത് കേട്ടിട്ടുണ്ട്, പാറശാല കേട്ടിട്ടുണ്ട്, ഊരം 21 ലോത്ത് കേട്ടതാ. സ്വോത്രം. ഗുഡ് ന്യൂസിൻ്റെ സ്റ്റാൻഡിൽ ഇടയ്ക്ക് നിന്നതാ. മനസ്സിലാകുന്നവർക്ക് 4 കാര്യം. ഉടനെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് പെട്ടെന്ന് ഉടുപ്പും പാവാട എല്ലാം പടപടായിട്ടു. അമ്മാമ്മയുടെ അടുത്ത് പറഞ്ഞാൽ കമാൻഡർ ജീപ്പ് ഇപ്പോൾ സ്റ്റാർട്ടാക്കാൻ പോവുക, റെഡി ആയിക്കോണം. അമ്മാമ്മ 4 കാര്യം തെറ്റിച്ചു. 1, പോത്തീസിൽ നിന്ന് എടുത്ത സാരി ഇതുവരെ കല്ലുവള ഗ്രൗണ്ടിൽ ഉടുത്തില്ല. നമ്പർ 1. 2ാമത്തെ കാര്യം കേട്ടാട്ട്, ഇപ്പോഴും ആപ്പിളിൻ്റെ
ഐഫോൺ കൊണ്ടുവന്നത് അന്നേരം വൈബായിട്ടിട്ട് കറക്കുന്ന. രണ്ടാമത്തെ കാര്യം 3 നെയ്യാറ്റിൻകര വിസ്മയെന്ന് മേടിച്ചുകൊണ്ട് വന്ന് ഐസ്ക്രീം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. 4 കുക്കറിനകത്ത് 8 ചിക്കൻ കാല്, ചിക്കൻ മഞ്ചൂരി ഉണ്ടാക്കാൻ പോവുക. 2 വിസിൽ അടിച്ചോളൂ, കാത്തിരിക്കുക. എന്താ അമ്മാമ്മ ഇറങ്ങാൻ പാട്, എങ്കിലും അച്ചായം വണ്ടി കയറ്റി കയറ സഹോദരി എന്ന് പറഞ്ഞു. ഏകദേശം തൊട്ടടുത്ത് എല്ലാം കൃപയാൽ ഇഞ്ചി വിളയുടെ ബോർഡറായി. അടുത്ത കളിക്ക് അവിടെ സ്വോത്രം. ഇഞ്ചി വിള എത്തിയപ്പോൾ അമ്മ പറഞ്ഞു ഒന്ന് ചവിട്ടിയേക്കാൻ. അച്ചായൻ വിചാരിച്ച് ഏതോ ആവശ്യം കാണുന്നു. കുഞ്ഞുങ്ങൾ 2 പുറേ, അമ്മാമ്മ അച്ചായൻ ഫ്രണ്ടിൽ കമാൻഡർ. ഉടനെ അച്ചായനൊന്ന് ചവിട്ടിയപ്പം ലോത്തിൻ്റെ ഭാര്യ മുമ്പോട്ടല്ല പുറകോട്ടൊന്ന് നോക്കി, അങ്ങോട്ടൊരു സ്റ്റെപ്പ് നടന്ന് ഒപ്പതുകൊണ്ട് ലോത്ത് ക്ലാസ്സിൽ കൂടെ നോക്കി. ഇപ്പം ക്ലാസ്സിൽ കൂടാന്നല്ല ഡ്രൈവിങ്. കുഞ്ഞുങ്ങളോട് പറഞ്ഞ് LDF വരും, എല്ലാം ശരിയാകും, മമ്മിയുടെ കാര്യം തീർന്ന്. പോയ വഴി ഫസ്റ്റ് ഗിയർ ഒറ്റ പോക്ക്. മനസ്സിലാകുന്നവർക്ക് ആ ശ്രോത്രം. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. ഓട്ടം മുന്നോട്ടും നോട്ടം പുറകോട്ടും. അതാ ലോത്ത് സോതോം വിട്ട നാളിൽ ആകാശത്തുനിന്ന് തീയും ഗന്ധകവും ഇറങ്ങി. എൻ്റെ കർത്താവിന് എല്ലാ പെന്തിക്കോസുകാരും കേട്ടാട്ട് അമേരിക്കയുടെ ആയുധം വേണ്ട, റഷ്യയുടെ വിമാനം വേണ്ട, ഇസ്രയേലിൻ്റെ 400 ഇത് വേണ്ട, മിഗും മിറാഷും ബരാക്കും വേണ്ട, ഹെരോദ ഡ്രോണും വേണ്ട. ആകാശത്തിൻ്റെ 1ാമത്തെ തട്ട സ്റ്റാറ്റോസ്ഫിയർ, അതിനകത്ത് വെച്ചിട്ടുണ്ട് സൾഫറും ഫോസ്ഫറസും. അങ്ങനെയെങ്കിൽ അമേരിക്കയിലെ പെൺകുഞ്ഞുങ്ങൾ മറുതലിച്ചപ്പോൾ ഇന്ന് രാത്രി 48,000 വീട്, 48,000 ഏക്കർ, 28,000 പേര് അല്ല വീടുകൾ കാലിയായി, 38 പേർ മരിച്ചു. ഇതാ ഞങ്ങളുടെ ബൈബിൾ. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ സാമ്പിൾ വെടിക്കെട്ട്. ഇന്ന് രാത്രി നാം ഇവിടെ പാറശാലക്കാർ ആശീർവാദം അനുഗ്രഹം ബ്ലെസ്സിങ് മാത്രമല്ല, ദൈവത്തിന്റെ കയ്യിൽ വടിയുണ്ട്. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ലോത്തിനെയും കുഞ്ഞുങ്ങളെയും സോതോമിനകത്ത് സോവേറിനകത്ത് എത്തിച്ചിട്ട് ആകാശത്തുനിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയത്. ഇന്ന് 4ാമത് രാത്രി പറയണം, ഇവിടെ ഒരു അന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവമക്കളെ ചേർക്ക. എൻ്റെ കാന്തൻ കാകളനാദവുമായി മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അതാ ബൈബിൾ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത് എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വരാറായി. 2ാമത്തത് വായിക്കാം. ബൈബിളിനകത്തുണ്ടോ? നമ്മുടെ ദൈവം ആശീർവാദത്തിന്റെ ദൈവമാണോ? വായിക്കാം മോളെ. എബ്രായ ലേഖനം 12:29. എല്ലാവരും എടുത്താട്ട്. ലോത്തിന്റെ കാലത്തെത്തി. വായിക്കാം. എബ്രായർ 12:29 വായിച്ചാട്ടെ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി. കരമുയർത്തുന്നവർക്കായി അമേരിക്കയുടെ ബോംബ് വേണ്ട, ലണ്ടന്റെ ബോംബ് വേണ്ട, മറുതലിക്കുന്ന സകലരെയും തീർക്കുക. ആകാശത്തിന്റെ കിളിവാതിലിന് തീക്കാറ്റടിച്ച് കൊല്ലുന്നവനാ സ്വർഗത്തിലെ ദൈവം. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ ഇന്ന് രാത്രി 2-3 കാര്യം പറയുമ്പോൾ അവസാനിക്കും. 1910 എല്ലാ പെന്തിക്കോസുകാരും നാട്ടുകാരും കേട്ടാട്ടെ. 1910 ഏപ്രിൽ മാസം 10-ാം തീയതി ഒരു കപ്പൽ യാത്ര. അതിൻ്റെ പേരാ ടൈറ്റാനിക്. ടൈറ്റാനിക്കിന്റെ പ്രത്യേകത ചെറുപ്പക്കാർ 50,000 ഹോഴ്സ് പവർ. അതിൻ്റെ പ്രത്യേകത ഏകദേശം 3,500 യാത്രക്കാർ, 2,224 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. സതാംപ്ടൺ ടു ന്യൂയോർക്ക് കന്നി യാത്രയാ. വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞു, ടൈറ്റാൻ രാക്ഷസൻ. അടിയിലൊരു തടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അമ്മാമ നെവർ ഡിസ്ട്രോയ് ദി ഷിപ്പ്. അത് ആർക്കും തകർക്കാൻ പറ്റത്തില്ല. കന്നി യാത്രയിൽ മുൻപോട്ട് പോയി 4 ദിനം. മഞ്ഞുമല. നാട്ടുകാർ ക്യാപ്റ്റൻ സ്മിത്തിനോട് പറഞ്ഞു, സാറേ മഞ്ഞുമല ഇത് തട്ടിയാ തീരും. അദ്ദേഹം പറഞ്ഞു, ദൈവം വിചാരിച്ചാലും തകരത്തില്ല. എത്ര സുവിശേഷ പ്രസംഗം കേട്ടിട്ട് ഇതുവരെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറാതെ കീശയ്ക്കകത്ത് കാശും കമ്പ്യൂട്ടർ കാറ് കാഡിലാക്കിന്റെ മൊബൈലും വെച്ച് കളിക്കുന്ന ആച്ചായ അമ്മാമേ, ഇന്ന് രാത്രി കാലം തീരാറായി. നിന്റെ മുൻപിലെ ഈ സംഭവങ്ങൾ കേട്ടിട്ട് മടങ്ങി വന്നില്ലെങ്കിൽ അറ്റ്ലാന്റിക് തകർന്നതുപോലെ നിന്റെ ജീവിതം തകരാൻ കാലമായി. അതിനു മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. നാട്ടുകാർ കേൾക്കട്ടെ. ഇതിന്റെ പേരാ സുവിശേഷ പ്രസംഗം. അതിനകത്തൊരു ഇംഗ്ലീഷുകാരന്റെ പുസ്തകം വായിച്ച് എൻ്റെ വായനാമുറിയിൽ കരഞ്ഞു. അവൻ 2ാമത്തെ തട്ടിക്കിടന്നവനാ. ചപ്പാത്തി തിന്നാൻ 5ാമത്തെ നിലയിൽ പോയി. ഉച്ചയ്ക്ക് ചപ്പാത്തിയും കടലക്കറിയും തിന്നപ്പോഴാ കുഞ്ഞ് ടൈറ്റാനിക് തകരുന്നത്. അപ്പൊ അവൻ വിചാരിച്ചു ഓടിപ്പോയി താഴെ പോയി ഡോളർ എടുക്കാം. ഇന്നത്തെ കണക്ക് ATM GPayയും MPayയും ഒന്നും അല്ല. $2 ലക്ഷം അവന്റെ തലയണയുടെ കീഴിൽ. അവനൊന്ന് ആലോചിച്ചപ്പോൾ അകത്താരോ പറയടാ കുഞ്ഞ്, നീ ഡോളർ എടുക്കാൻ പോയാ പിന്നെ നീ കേരളത്തിൽ ഉപ്പുവെള്ളത്തിനകത്ത് നീ പോകും. അപ്പൊ ചപ്പാത്തി വെച്ചിരുന്ന പലകളുടെ നടുക്ക് തൂക്കിയിട്ടേക്കുന്ന എന്താ ലൈഫ് ജാക്കറ്റ്. ആരോ അവന്റെ ഉള്ളിൽ മന്ത്രിച്ചു, ഇതൊരെണ്ണം എടുത്ത് ചാട്. കപ്പൽ തകർന്ന കണ്ടു കഴിഞ്ഞാൽ ബോട്ടുകൾ രക്ഷയ്ക്ക് വരും. അതിനകത്ത് രക്ഷപ്പെട്ട കാശ് പിന്നെ ഉണ്ടാക്കാം. ആ ചെറുപ്പക്കാരന്റെ കഥ വായിച്ച് ഞാൻ കരഞ്ഞു. അവൻ 2 ലക്ഷത്തെ ഉപേക്ഷിച്ചു. അവനൊരു കാര്യം ചെയ്തു, ഒരു ലൈഫ് ജാക്കറ്റ് എടുത്ത് ചാടി 20 മിനിറ്റ് കൊണ്ട് സ്പീഡ് ബോട്ട് രക്ഷപ്പെടുത്തി. അവൻ ആ പുസ്തകത്തിൽ എഴുതിയേക്കാം,
$2 ലക്ഷം വേണ്ടി താഴെ ഞാൻ ഇറങ്ങിയെങ്കിൽ ഉപ്പുവെള്ളത്തിനകത്ത് എൻ്റെ ജീവിതം അവസാനിച്ചാണ്. എൻ്റെ മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റ് കിട്ടി. ആ ജാക്കറ്റ് കിട്ടിയോണ്ട് ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ 2 ദിവസം കൂടെ മാത്രം ഇവിടെ റീമയുടെ യോഗ. ഇന്ന് രാത്രി ഇന്നുള്ള ആകാശവും ഭൂമിയും തീക്കായി ദൈവം സൂക്ഷിച്ചു. അതിൻ്റെ നടുവിൽ ഒരു ലൈഫ് ജാക്കറ്റിനെ ഞങ്ങൾ ഇന്ന് രാത്രി ഉയർത്തുന്നു. അതിൻ്റെ പേരത്ര ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കരമുയർത്തുന്നവർക്കാൽ മറ്റൊരുത്തനും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിൻ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം. இந்த അരുമயான കൂട്ടങ്ങൾ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, ഉരുളലുകൾ നടത്തണ്ട. നെഞ്ചത്ത് കൈവച്ച് ഇന്ന് രാത്രി രക്ഷകനെ കർത്താവായി സ്വീകരിച്ചാൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. ഇപ്പോഴത്തെ ലോക സംഭവം: 1, നിയമം മാറും. 2, കർത്താവിൻ്റെ വരവ്. ദാ കിടക്കുന്നു ലോസ് ആഞ്ചലസിലെ തീ. 3, പോകാം സ്റ്റാർലൈനർ പേടകൾ. ഇത് കേട്ടിട്ടെങ്കിലും ഇന്ന് രാത്രി നിങ്ങൾ രക്ഷിക്കപ്പെടണം. വായിക്കാം യോഹന്നാൻ 14, 1, 2, 3 കാര്യം കൂടെ പറഞ്ഞ് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം. വായിക്കാം യോഹന്നാൻ 14, 1, 2, 3 വാക്യങ്ങൾ. മോള് വായിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലം. അത് മലയാളം ബൈബിളിൽ ഒരിച്ചിരി മാറ്റാം. ബൈബിൾ തെറ്റിയെന്നല്ല, അരുമയാണ് തമിഴ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അപ്പാ വീട്ടുക്ക് കൊട്ടാരം ഇരിക്കുന്നത്. യുവർ ബൈബിൾ ആൾസോ യു വിൽ റീഡ് ആസ് ഇംഗ്ലീഷ് മൈ ഫാദേഴ്സ് ഹൗസ് ബൾക്കോ പാലസ്. അടുത്ത വാക്ക് ഞാൻ വായിച്ചാട്ടെ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ വായിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. യേശു IPL കളി കാണാൻ പോയതല്ല, തന്റെ മക്കൾക്ക് വേണ്ടി വീട് ഒരുക്കാൻ പോയിരിക്കുക. മനസ്സിലാകുന്നവർക്കായി അടുത്ത വാക്ക് കൂടെ വായിച്ചാട്ടെ. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. കരമുയർത്തുന്നവർക്കായി പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക സത്യ ദൈവം യേശു. ഇതുകൂടെ പറയുമ്പോഴേ തീരത്തുള്ളൂ. മനസ്സിലാക്കണം, ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ബാപ്പുജി, നെഹ്റുജി, ഇന്ദിരാജി, രാജ്ഘട്ടിനകത്ത് രാജീവ് ഗാന്ധി പൂമാലയുടെ ഒക്കെ ഇട്ട് അവിടെ കിടക്കുന്നു. ഇന്ന് രാത്രി കാറൽ മാർക്സും ഏംഗൽസും ബ്രിട്ടനിൽ, കമ്മ്യൂണിസ്റ്റിന്റെ നേതാക്കൾ ലെനിന്, സ്റ്റാലിന് ദാ ക്രെംലിൻ കൊട്ടാരത്തിൽ. എന്നാൽ ഇന്ന് രാത്രി അഞ്ചാലിക്കോണത്തോട് ഞങ്ങൾക്ക് ചങ്കൂറ്റമായിട്ട് പറയാം, പടിഞ്ഞാറെ പലസ്തീന ചെരുവിൽ അരിമത്തേക്കാരൻ യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അവിടെ 26 ഭാഷകൾ എഴുതി വെച്ചിരിക്കുന്നു. ഹി ഈസ് നോ മോർ ഹിയർ. അവൻ ഇവിടെ ഇല്ല. ഹി ഈസ് അറൈസ്. മരിച്ചവരിൽ ആദ്യഫലം കക്ഷിയായി അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും മധ്യാകാശത്തിൽ വരാറായി. ഇന്ന് രാത്രി കണ്ടോ, അതാ സയൻസ്. ദാണ്ടേ എല്ലാവരും കണ്ടോണം. മോൻ ലൈവും കൊടുത്താണ്. ക്ഷീരപഥത്തിൽ 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. ISROയിലെ കുഞ്ഞുങ്ങൾ തന്ന വീടുണ്ടെന്ന്. ഇപ്പം ബാബു ശൂന്യാകാശത്തിലേക്ക് ദാണ്ട് ജീവിക്കാൻ വേറെ 3 ഭൂമിയും കൂടെ. സന്തോഷമില്ലല്ലോ? എത്ര ഗ്രഹങ്ങൾ? മിൽക്കി വേ ഗാലക്സി, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഇതാണോ ഗ്രഹം? സന്തോഷമില്ലല്ലോ? പ്ലാമുകുട്ടിയുടെ സ്കൂളിൽ പോയപ്പോൾ മാവിന് കല്ലെറിയാൻ പോകരുത്. സ്വോത്രം. ടീച്ചർ പഠിപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്കും പറയാം. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. 9ാമത്തെ ഗ്രഹം പ്ലൂട്ടോ ഇല്ല. ഇവിടെ ഈ ഗ്രൗണ്ട് കിട്ടിയപ്പോൾ പോൾ പാസ്റ്റ് ഇവിടെ നിന്ന് മരത്തിൻ്റെ കൊമ്പും ഈ ഗ്രൗണ്ടിൻ്റെ പുറത്തുനിന്ന് പോച്ചയെല്ലാം അടിച്ച് വൃത്തിയാക്കിയതുപോലെ 9ാമത്തെ ഗ്രഹത്തെ വെട്ടി 6000 കോടി വീട്, 6000 crores കമ്പാർട്ട്മെന്റ്സ് ദാണ്ട കിടക്കുന്നു. ആരൊക്കെ? 1, മരിച്ചവരിൽ ആദ്യഫലക്കാറ്റ് ക്രിസ്തു. 2, സഭയാകുന്ന മണവാട്ടി. 3, പീഡാകാല രക്തസാക്ഷി. 4, 2 ചേട്ടന്മാർ ഇവിടെ വരും. ലോകം കാണും. ഇന്റർനെറ്റ് മരിക്കും പോകും അവർ. 4, 5, ആബേൽ മുതൽ ക്രൂശിലെ കള്ളൻ വരെ വാഴാൻ 6000 കോടി വീട് മധ്യാകാശത്തിൽ റെഡി. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇതെല്ലാം പറയുമ്പോൾ ഈ യുക്തിവാദികൾ എല്ലാവരും കേൾക്കണം. ഞാൻ അമേരിക്കയിലോട്ട് പോവാ. ഈ യുക്തിവാദികൾ പറയും ദൈവം ഇല്ലെന്ന്. പാമ്പ് വരുമ്പോൾ അവൻ ദൈവമെന്നാണ് വിളിക്കുന്നത്. പരമകള്ളന്മാർ. സ്വോത്രം. അവർക്ക് വേണ്ടി ഈ പ്രസംഗം. ഇന്ന് രാത്രി ബാക്കി കേട്ടാട്ടെ. എല്ലാവരും കേൾക്കണം. ഇന്നാള് ഒരു പെങ്കൊച്ചു ഒരു ചേട്ടനൂടെ പോയി സ്റ്റാർലൈനർ പേടകം ശൂന്യാകാശത്ത്. സുനിത വില്യംസും വില്യം വിച്ചുമോറും. ഇടയ്ക്ക് പേപ്പർ വായിക്കണം. സ്വപ്നയുടെ സ്വർണം വായിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല. അവൾ ബാംഗ്ലൂരിൽ നിന്ന് ഷവർമ നിന്ന് പിണറായി ചിക്കൻ കാലും തിന്നും. സ്വോത്രം. ഇതൊക്കെ വായിരും. സുനിത വില്യംസും വില്യം വിച്ചുമോറും 2 ശൂന്യാകാശത്തിൽ പോയ പേടകം കേടായി. അമേരിക്കയിലെ ബൈഡൻ പരമസാധനമായിരുന്നു. എന്നിട്ട് നാസയോട് പറഞ്ഞ് ഇറക്കാൻ വല്ല രക്ഷയുണ്ടോ? നാസ പറഞ്ഞ് അവിടെ കിടന്ന് ചാപത്തേ ഉള്ളൂ. ഈ സുനിത വില്യംസ് ഇന്ത്യക്കാരിയെന്ന്. പിന്നെ അമേരിക്കൻ സിറ്റിസൺ. മോഡി സാറിനോട് പറഞ്ഞു. മോഡി ബാംഗ്ലൂർ ISROയോട് പറഞ്ഞു. ISRO പറഞ്ഞു ഒരു രക്ഷയില്ല, അവരെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അന്നേരം
നമ്മുടെ വായാടി ട്രംപ് വന്ന് ട്രംപ് എലോൺ മസ്കിനോട് പറഞ്ഞു താണ്ട് 2 പിള്ളേർ മേളിൽ കിടക്കുന്ന കുറേ ദിവസമായി കുപ്പിവെള്ളവും തീർന്ന് കൊണ്ടുപോയി നട്ട്സും കജൂറും എല്ലാം തീർന്നു. സ്വോത്രം. ഉടനെ എലോൺ മസ്ക് പറഞ്ഞു LDF വരും, എല്ലാം ശരിയാകും, മനസ്സിലാകുന്നവർക്കായി. ബാക്കിയൂടെ കേട്ടാട്ടെ. സ്വോത്രം. നാസയും വേണ്ട കാസയും വേണ്ട. സ്വോത്രം. ടൗണിലുള്ളവർ കേട്ടിട്ട് ഒരു പാരാഗ്ലൈഡർ മേളിലോട്ട് വിട്ട് നമ്മുടെ നാട്ടുമാവിനകത്ത് അണ്ണാങ്കുഞ്ഞ് കയറുന്ന പോലെ 2 എണ്ണം കൂടെ പിടിച്ച്. സ്വോത്രം. ഉദാഹരണം അറ്റ്ലാന്റിക് സമുദ്രത്തിനകത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് വില്യം വിച്ച്മോർ താഴെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ യുക്തിവാദി കേൾക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, നാസയുടെ സയൻറ്റിസ്റ്റ് പറഞ്ഞു, യേശു ക്രിസ്തു ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ താഴെ ഇറങ്ങി കരമുയർത്തുന്നവർക്കായി. അതിനുവേണ്ടിയായി ബൈബിൾ എടുത്തത്. മൊബൈലൊന്ന് കണ്ടാട്ട് പിന്നെ ബാക്കി ഇവിടുത്തെ യുക്തിവാദികൾ. ഇന്ന് പെന്തിക്കോസുകാരും ഈ പെന്തിക്കോസിലെ പിള്ളേരൂടെ പോൾ പാസ്റ്റർ യുക്തിവാദികൾ നിന്നെ എല്ലാം കർത്താവ് അടിക്കും. സ്വോത്രം. പള്ളിയിരുന്ന് പ്രാർത്ഥിക്കാതെ വേറൊരു യുക്തിവാദി ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ പേര് രവിചന്ദ്രൻ. എപ്പോൾ കിട്ടുമെന്ന് അറിയത്തില്ല. സ്വോത്രം. ഇന്ന് രാത്രി കേൾക്കട്ടെ. അമേരിക്കയിലെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് നാസയുടെ തലവൻ വില്യം വിച്ച്മോർ ആ കടലിൽ ഇറങ്ങിയിട്ട് കരയെ വന്നിട്ട് നിങ്ങളുടെ മൊബൈലിലുണ്ട്. ഇങ്ങനൊരു കാര്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു മധ്യാകാശത്തിൽ വീട് പണി തുടങ്ങി. ഇവിടെ ഞങ്ങളല്ല, ശൂന്യാകാശത്തിൽ പോയ വ്യക്തി പറയുന്നു യേശു അവിടെ പണി തുടങ്ങി. ഇന്ന് രാത്രി കൂടാരമായ ഭൗമഭവന മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനമൊരുക്കി തൻ്റെ മക്കളെ ചേർക്കുവാൻ കാന്തൻ വരാറായി. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറായി. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് ലോകാവസാനത്തിന് മടയാളം. അത്തിയെ നോക്കി ഒരു മൊബ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളത ഇല തളിർക്കുമ്പോൾ വേനലടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. 2 കാര്യം കൂടെ പറഞ്ഞ് പാട്ടുപാടി അവസാനിപ്പിക്കുക. സമയം നോക്കരുത്. നിങ്ങൾ ഇത്രയും പേരെ കിട്ടിയതിനായി നന്ദി. എന്താ അതിൻ്റെ പ്രത്യേകത? പറഞ്ഞുതരാം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എല്ലാവരും കേട്ടാട്ട് ഒരു സാക്ഷ്യം കൂടെ സഹോദരിമാരോട് പറയാം. എന്താ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം? 2 കള്ളന്മാരുടെ നടുവിൽ എൻ്റെ കാന്തൻ പരമയാഗമായി. അതിനകത്ത് 2 ദുഷ്പ്രവർത്തിക്കാർ. യേശുവിൻ്റെ തലമേലൊരു എഴുത്തുണ്ട്, യഹൂദന്മാരുടെ രാജാവ്. എല്ലാവരും കേട്ടാട്ടെ. അവൻ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? ആദ്യം നീ താഴെ ഇറങ്ങണം, ഞങ്ങളെ ഇറക്കണം. അപ്പം മറ്റേ ദുഷ്പ്രവർത്തിക്കാരൻ ഇവനോട് പറഞ്ഞ്, എല്ലാവരും കേട്ടോ, ഇതാ സൂചിച്ച പ്രസംഗം. ഇവനോട് പറയടാ കുഞ്ഞെ, നമ്മൾ യെരൂശലേം മുഴുവൻ കുത്തി തുറന്നു, നാട്ടുകാരുടെ വീടും കവർച്ചയും നടത്തി. ആ യേശു നോക്ക്, 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. അവനിൽ യാതൊരു കുറ്റവുമില്ല. അപ്പോൾ അവൻ യേശുവിൻ്റെ മുഖത്ത് നോക്കി പാപം ഏറ്റു പറഞ്ഞൊരു വെളിപ്പാട്. അവൻ യേശുവിനോട് പറഞ്ഞതിതാ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഒറ്റ വീട് ഈ പാപിയായി എന്നെ ഓർക്കണേ. ഞാനാന്നേ പറഞ്ഞ PC-നാക്കി പോണ കിയാടെ ഒരു കാറ് തരണമെന്ന്. സ്വോത്രം. അവൻ ഒറ്റ വേടെ പറഞ്ഞോളച്ചായ, ഈ പാപിയായി എന്നെ ഓർക്കണേ. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മടങ്ങി വരുമ്പോഴല്ല. ചിലർ പറയും ഏജിയുടെ സൂപ്രണ്ട് ഒപ്പിടട്ട്, അല്ലെ സെക്ഷൻ ഒപ്പിടട്ട്, സെൻറ്റർ ഒപ്പിടട്ട്, പള്ളിയിലെ പ്രതിപുരുഷൻ ഒപ്പിട്ട്, ഒരു മണ്ണാങ്കട്ട ഒപ്പിടണ്ട. സ്വോത്രം. ഇന്ന് രാത്രി ഈ കൺവെൻഷൻ കേട്ടിട്ട് വീട്ടിനകത്തും തെരുക്കോണിനകത്തും വരുന്നത്, ഞാനൊരു പാപിയാണ്, എൻ്റെ കർത്താവെ നിന്ന് കരമുയർത്തിയെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരവിലല്ല. യേശു ഒരു കാര്യം പറഞ്ഞു, ഞാൻ വരുമ്പോഴല്ല, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. കരമുയർത്തുന്നവർക്ക് ഇതാ സൂചിച്ച പ്രസംഗം. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്ത പ്രിയ യേശുവിനെ ഇന്ന് രാത്രി ഉയർത്തുന്നു. സഹോദര, സഹോദരി, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്തും മരണം, ധനവാനായാലും മരണം, ദരിദ്രനായാലും മരണം. എന്നാൽ ഇന്ന് രാത്രി കപ്പക്കാലെ മരിച്ചാലും, കവലെ മരിച്ചാലും, കമ്പോളത്തിൽ മരിച്ചാലും, അറ്റാക്കിൽ മരിച്ചാലും, കോവിഡിൽ മരിച്ചാലും, ക്യാൻസറിൽ മരിച്ചാലും ഞങ്ങളുടെ ശരീരത്തിന് മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. കല്ലറയുടെ അപ്പുറത്ത് ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ ഗംഭീരനാദവുമായി വന്നവൻ ഒടുക്കലത്തെ കാകളത്തിങ്കൽ തൻ്റെ മക്കളെ ചേർക്കാൻ ഈ തലമുറയിൽ വരാറായി. ഒറ്റ സാക്ഷ്യം കൂടെ പറഞ്ഞില്ല പിന്നെ കാര്യമില്ല. പാട്ട് 2 അടി പാടാം. ഞങ്ങളുടെ നാട്ടിൽ ചാത്തന്നൂരിൽ നല്ല മർത്തോമായാലൊരു അച്ഛനുണ്ട്, ഷാജി തോമസ് അച്ഛൻ. അദ്ദേഹം കഴിഞ്ഞ വർഷം, എല്ലാവരും കേട്ടാട്ട് മക്കളെ, കഴിഞ്ഞ വർഷം അദ്ദേഹം കുവൈറ്റിൽ മർത്തോമയുടെ കൺവെൻഷൻ പോയി. വ്യാഴം വെള്ളി
സിനി ഞയർ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഭാഷ എല്ലാവരോടും പറയണം സാക്ഷ്യം. എന്താ സംഭവം? 3 രാത്രിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം. 3 ദിവസം പകൽ, ഓരോ ദിവസം ഓരോ വീട്ടിൽ ഭക്ഷണത്തിന് പോകും. 3-ാം രാത്രി കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി സിനി, അവളുടെ ഭർത്താവ് ഒരു ചെറുപ്പക്കാരൻ, ദാണ്ട് ഈ ഒരു മോൻ്റെ കണക്ക് ഒരു കുഞ്ഞ് പറഞ്ഞു, അച്ഛൻ നാളെ അച്ഛൻ ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട്, നാളെ വൈകിട്ട് 4 മണിക്ക് ഞങ്ങളുടെ ഒരു കുഞ്ഞു വീടാ, വന്നൊരു വാക്ക് പ്രാർത്ഥിക്കുക. അച്ഛന് സന്തോഷമായി. ആരെങ്കിലും വരണമെന്നറിയോ? പയ്യൻ വന്ന് അച്ഛനെ കൊണ്ടുപോയി. ഒരു ചെറിയ വീട്, അവരെ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു CD കൊടുത്തു. സഹോദരിമാരെല്ലാം കേട്ടാട്ടെ. CD-യുടെ പേര് നാദാ നീ തന്ന സൗഖ്യം. അച്ഛൻ ചോദിച്ചു, എന്താ ഇതിൻ്റെ പ്രത്യേകത? 10 പാട്ട് ഞാൻ എഴുതി, 2 എണ്ണം ഞാൻ പാടി, 8 പാട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് പാടിച്ച്. കാര്യം പറ. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ല അച്ഛാ, 3 വർഷം മുമ്പ് മർത്തോമാ സഭയിലെ സൺഡേ സ്കൂൾ ടീച്ചറും വർഷിപ്പ് ചെയ്യുന്നതുമായിരുന്നു. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, 3 വർഷം മുമ്പ് എൻ്റെ നാക്കിന് തടിപ്പ് വന്ന്. എല്ലാ സഹോദരിമാരും കേട്ടാട്ടെ, എല്ലായിടത്തും കാണിച്ച് കുവൈറ്റ്. അവർ പറഞ്ഞ് ക്യാൻസറാ. ഒരു രാത്രി 2 പേരോട് പ്ലെയിൻ കയറി വെളുപ്പിന് തിരുവനന്തപുരത്ത് വന്ന് രാവിലെ പോയി RCCയിൽ അപ്പോയിൻമെൻ്റ് എടുത്തു. ഭാര്യയും ഭർത്താവും കുഞ്ഞിനെ ആരോ ഏൽപ്പിച്ചു. അവർ ചെന്നപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടി. ഡോക്ടർ ആ കുവൈറ്റിലെ റിപ്പോർട്ട് നോക്കി ഒരു ചെറുപ്പക്കാരി പെങ്കൊച്ചിൻ്റെ അടുത്ത് പറയാം, 75% ക്യാൻസർ നാക്ക് മുറിച്ച് മാറ്റിയാൽ നമുക്ക് നോക്കാമെന്ന്. മനസ്സിലാകുന്നവർക്കായി. മാമേ, മുമ്പിലിരിക്കുന്ന ഒരു പെങ്കൊച്ചിനോട് നാക്ക് മുറിച്ചാൽ എന്താ അനുഭവം? സ്വോത്രം. എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ വന്നതേയുള്ളൂ, നാളെ വരണം, 14 ടെസ്റ്റ് ഉണ്ട്, പൈസ ആയിട്ട് പറഞ്ഞു. ഇവർ 2 പേരൂടെ തിരുവനന്തപുരത്ത് ലോഡ്ജിൽ പോയി. അവർ രാത്രി കരം കൊടുത്ത് പ്രാർത്ഥിച്ചു. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നാദാ നീ അറിയാതെ എനിക്ക് രോഗം വരത്തില്ല, പക്ഷേ എനിക്ക് രോഗം വന്നതിൻ്റെ വിഷയമല്ല, എനിക്ക് ഒരവസരവും കൂടെ തരണം പള്ളിക്കകത്ത് പാട്ട് പാടുവാൻ, ഈ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ. എല്ലാവരും കേട്ടാട്ടമ്മാമേ, യേശു ജീവിക്കുന്നു. പിറ്റേന്ന് പോയി ടെസ്റ്റ് എടുത്തു. 7 ദിവസം കഴിഞ്ഞു റിപ്പോർട്ടിന്. 7-ാം ദിവസം ചെന്നപ്പോൾ ഡോക്ടർ കമ്പ്യൂട്ടറിൽ നിന്ന് പടപടാ റിപ്പോർട്ട് എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്, തൽക്കാലം നാക്ക് മുറിക്കേണ്ട ആവശ്യമില്ല. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഇതാ അമ്മാമേ, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. 2 വർഷം വന്നും പോയി അവൾ ട്രീറ്റ്മെൻ്റ് എടുത്തു RCCയിൽ നിന്ന്. പക്ഷേ ഈ രോഗസൗഖ്യമായി 10 പാട്ട് എഴുതുവാൻ ദൈവം കൃപ കൊടുത്തു. അച്ഛനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛ രോഗം വന്നതിലല്ല, അത് മാറിയപ്പോൾ ഒരു പുതിയ അഭിഷേകം എൻ്റെ മേൽ ഇറങ്ങി വന്നു. അത് മാറിയപ്പോൾ അനേക കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ദൈവം കൃപ തന്നു. ഇന്ന് രാത്രി കുവൈറ്റിലെ സിനിക്ക് മാത്രമല്ല, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം. വയലിലെ ചെടിക്ക് പ്രകാശം കൊടുക്കുവാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി ഞങ്ങളുടെ ദൈവം വിടുതലിൻ്റെ ദൈവം. ആരെ ചേർക്കുക? കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ച് തിരുമേശയിൽ പങ്കാളിയാകുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുക. എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. ഇന്ന് രാത്രി അഞ്ചാലിക്കോണമേ, ഇന്ന് രാത്രി പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. കാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുക. അവസാന ഭാഗം ഇതൂടെ കെട്ടവസാനിപ്പിക്കാം. ഇന്ന് രാത്രി മേധസ്സുള്ള പ്രാവിൻ്റെ കഴുത്തറക്കും. അമ്മാമേ, രക്തം യാഗപീഠത്തിനകത്ത് വീഴാതെ, യാഗപീഠത്തിൽ നിന്ന് പുറത്തു പോകാതെ ഊറ്റു. അതിനുശേഷം യാഗത്തളി, കർമ്മകാണ്ഡാദികൾ ചൊല്ലു. എല്ലാവരും കേട്ടാട്ടെ. അവസാനം എന്ത് ചെയ്യും? പുറകിലൊരു കാഴ്ചയുണ്ട്. തല പോയ പ്രാവിൻ്റെ ഉടൽ, രക്തം വീണ പ്രാവ് കെട്ടിനകത്ത്. പുരോഹിതൻ കർമ്മകാണ്ഡാദികൾ തീർന്ന് യാഗപീഠത്തിനകത്ത് താമ്രത്തൊട്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് കഴുകി അതിനുശേഷം ആ കത്ത് ഇതാണ്ട് മാർപ്പതക്കത്തിൽ ഇടാൻ നോക്കുമ്പോൾ പുറകിലൊരു കാഴ്ച. എന്താ? ഒരോടൽ ഇങ്ങനെ പിടയ്ക്കുന്നു, മറ്റേ രക്തം വീണ പ്രാവ്. ആരോ അവൻ്റെ ഉൾപ്പൂവിനകത്ത് ഇങ്ങനെ പറയും, അയ്യോ അയ്യോ, നിന്റെ യാഗം കഴിഞ്ഞു, ഇനി എന്തിനാ കെട്ടെന്നറക്ക്. ഒരു പ്രാവ് ചലനമറ്റു മറിയുമ്പോൾ രക്തം വീണ പ്രാവ് യാത്രയാകും പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും. ഇന്ന് രാത്രി പാറശാലയോ അഞ്ചാലിക്കോണത്തും കർത്താവിന് വേണ്ടി ഇറങ്ങിയ അപ്പച്ച അമ്മച്ചി ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും നാഥന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്ന് തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. പാട്ട് പാടാൻ പോവാ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു.